ഇഷ്ടദേവരോഗിണാം നിതയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ശ്രീ ഗുരുചരണാരവിന്ദാഭ്യാം നമഃ. അരുണാം കരുണാതരംഗിതാക്ഷീം ധൃതപാശാങ്കുശപുഷ്പപാണജാവാം അണിമാദിവിരാവൃതാം മയൂഖൈഃ അഹമിത്യേവ വിഭാവയേ ഭവാനി. ആടിച്ചോ മഹോത്സവത്തോടനുബന്ധിച്ച് കലനന്ദം ദേവീക്ഷേത്രത്തിൽ നടന്നു വരുന്ന ലളിതാ സഹസ്രനാമ നവാഹയജ്ഞത്തിന്റെ 6ാം ദിവസമായി ഇന്ന് ഹരിഗിരി അഗസ്ത്യ സംവാദമായി പറഞ്ഞിട്ടുള്ള ലളിതാ സഹസ്രനാമത്തിന്റെ വ്യാഖ്യാനം നോക്കി വരുന്ന രീതിയിൽ 430 പദം വരെ നമ്മൾ ഇന്ന് നോക്കി. നിത്യയൗവനായി നമഃ. എന്നും യൗവനമായിരിക്കുന്നവൾ ദേവി എന്ന് പറഞ്ഞാൽ ബാല്യം, കൗമാരം, വാർദ്ധക്യം ഇതൊന്നും ഈശ്വര സ്വരൂപത്തിൽ ഇല്ലാന്ന്. മതശാലിന്യേ നമഃ. ആനന്ദം കൊണ്ട് ശോഭിക്കുന്ന ദേവിക്ക് നമസ്കാരം. മതം എന്ന് പറഞ്ഞാൽ നമ്മൾ അഹങ്കാരത്തിന്റെ ഒരു ഭാവം എന്ന് വിചാരിക്കും. ഇവിടെ ആനന്ദം കൊണ്ട് ശോഭിക്കുന്ന ദേവി, ലൗകിക വസ്തുക്കളുടെ ക്ലേശം കളങ്കമില്ലാത്ത ആനന്ദമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അർത്ഥം. മതകൂർജിത രക്താക്ഷി നമഃ. ആനന്ദം കൊണ്ട് ചുഴലുന്ന ചുവന്ന കണ്ണുകളോട് കൂടിയവൾ. ആനന്ദം വരുമ്പോൾ കണ്ണിൽ ആശ്ചര്യം, ഭാവം പ്രതിധ്വനിക്കും. അതാണ് ഇവിടെ പറയുന്നത്. മതപാഠ രണ്ടമുഖേ നമഃ. ആനന്ദത്താൽ പന്നീർ പോലെ ഉള്ള ആ നിറത്തിലുള്ള കവിൾത്തടത്തോട് കൂടിയവൾ. രൂപവർണ്ണനയാണെന്നല്ല. ചന്ദ്രദ്രവ ദിഗ്ധാംഗീ നമഃ. ചന്ദനക്കുഴമ്പ് ശരീരത്തിൽ പൂശിയ ദേവി. ചന്ദനക്കുഴമ്പ് പൂശുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉഴുക്കാപ്പ് ചാർത്തുന്നത് ആ ഒരു ഉദ്ദേശത്തിലാണ്. ചന്ദനക്കുഴമ്പ് പൂശിയ പോലെ ഉള്ള സ്വരൂപത്തോട് കൂടിയവൾ എന്ന് പറഞ്ഞാൽ ഗൗരവർണ്ണം നടത്താം. ചാമ്പയെ കുസുമപ്രിയായ നമഃ. ചെമ്പകപ്പൂൽ പ്രിയമുള്ള ദേവിക്ക് നമസ്കാരം. ദേവിയുടെ പൂവ്, വസ്ത്രം, പ്രസാദം എല്ലാം ചുവപ്പിനെ കാണിക്കുന്നു. വാഹന സിംഹ ചുവപ്പ് ഇതെല്ലാം രജോഗുണത്തിന്റെ പ്രതീകമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കുശലാലി നമഃ. പ്രപഞ്ച കാര്യങ്ങളിൽ വിദഗ്ധ ദേവിക്ക് നമസ്കാരം. പ്രപഞ്ച കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്ന കാര്യത്തിൽ വിദഗ്ധ എന്ന് പറഞ്ഞാൽ ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ടാണ് എല്ലാം ഉണ്ടാകുന്നതും നിലനിൽക്കുന്നതും കൽപ്പാന്തകാലത്ത് ഇല്ലാതാകുന്നത്. കോമളാകാരായി നമഃ. കോമള സ്വരൂപി. കോമള സ്വരൂപി എന്ന് പറഞ്ഞാൽ അഴക് സ്വരൂപം എന്നർത്ഥം. സൗന്ദര്യത്തിന്റെ ഉറവിടമാണ് ദേവി. കുരുകുല്ലായി നമഃ. കുരുകുല്ലാ സ്വരൂപിയായ ദേവിക്ക് നമസ്കാരം. ഇത് ശ്രീചക്രത്തിൽ ചിത്ത, അഹങ്കാരം എന്നീ പ്രകാരം പ്രവർത്തിക്കുന്ന ഒരു ദേവതയെ ആവാഹിക്കുന്ന ദേവതയുടെ പേരാണ് കുരുകുല്ല. കുലേശ്വരിയെ നമഃ. കുലത്തിന് ഈശ്വരിയായ ദേവിക്ക് നമസ്കാരം. അളക്കുന്ന വ്യക്തി, അളക്കുന്ന വസ്തു, അളക്കൽ എന്ന ക്രിയ മൂന്നും ചേർന്നതാണ് കുലം എന്ന് പറയുന്നത്. എല്ലാം ദേവി തന്നെയാണ് അർത്ഥം. കുലകുണ്ടാലിയായ നമഃ. കുലകുണ്ടത്തിൽ വസിക്കുന്ന ദേവിക്ക് നമസ്കാരം. കുലകുണ്ടം എന്ന് പറഞ്ഞാൽ മൂലാധാരത്തിന് താഴെ മൂലലക്ഷത്തിൽ വസിക്കുന്ന കുണ്ടല ശക്തിയായിരിക്കുന്ന ബ്രഹ്മസ്വരൂപം. കൗളമാർഗ തത്പര സേവിതായ നമഃ. ഞാൻ ഇന്നലെ പറഞ്ഞു, കൗളമാർഗം അപരിഷ്കൃതമായ രീതിയിൽ ദേവിയെ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. കാട്ടുജാതിക്കാർ ഉള്ള ഒരു ആരാധന. അത് കാലപ്പോക്കിൽ വന്നപ്പോ അതിന്റെ താല്പര്യം മനസ്സിലാവാതെ ഈ മധുമധുരാക്ഷി ഇങ്ങനെ ഒരു ആരാധനയാണ് ദേവി ആരാധന എന്ന് പറഞ്ഞ് അത് വഴിതെറ്റി പോയതുകൊണ്ട് ആ സമ്പ്രദായം നിന്നും ആവശ്യങ്ങൾ അതെല്ലാം നിർത്തി. ഒരു കാലത്തുണ്ടായിരുന്നു അങ്ങനെ കൗളന്മാരുടെ സിദ്ധാന്തമാണ് കൗളമാർഗം. അത് താല്പര്യമുള്ളവൾ. കുമാരഗണൻ ആദാംബായ നമഃ. കുമാരൻ എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണി, ഗണൻ എന്ന് പറഞ്ഞാൽ മഹാഗണപതി. രണ്ടുപേരുടെ അമ്മയാ ദേവിക്ക് നമസ്കാരം. അഹങ്കാരത്തെയും എന്താണെന്ന് പറഞ്ഞാൽ മഹാഗണപതി എന്ന് പറഞ്ഞാൽ കർമ്മയോഗത്തിന്റെ നായകൻ, സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞാൽ ജ്ഞാനയോഗത്തിന്റെ നായകൻ. മോക്ഷത്തിന്റെ 2 വഴി. ഇവിടെ എറണാകുളത്ത് പോലെ 2 വഴി ഉള്ളതുപോലെ അല്ലെ, വയക്കോട്ടയം വയക്കായംകുളം പോലെ ഒന്ന് കർമ്മമാർഗം, ഒന്ന് ജ്ഞാനമാർഗം. ഏത് വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാം. തുഷ്ട്യൈ നമഃ. തുഷ്ടി എന്ന് പറയുന്നത് സന്തോഷം. ജീവന്മാരുടെ മനസ്സിൽ ദേവി സന്തോഷമായി യാദേവി ദ്രൗപദേഷു തുഷ്ടി രൂപേണ സംസ്ഥിത നമ്മൾ പറയുന്നില്ലേ, സന്തോഷമായി വർത്തിക്കുന്നത് ദേവിയാണ്. പുഷ്ട്യൈ നമഃ. പുഷ്ടി എന്ന് പറഞ്ഞാൽ വളർച്ച, അഭിവൃദ്ധി. എല്ലാം അങ്ങനെയാണല്ലോ. എന്തായാലും അഭിവൃദ്ധി വേണം. ഒരു ചെടി നട്ടാലും അത് വളർന്നു വന്നാലേ നമുക്ക് സന്തോഷമുള്ളൂ. അതിലൊരു പൂ വരണം എങ്കിൽ ആ ചെടിയിൽ പൂ വന്നാലേ നമുക്ക് സന്തോഷമുള്ളൂ. കച്ചവടമാണെങ്കിൽ അഭിവൃദ്ധി വരണം. എല്ലാത്തിലും അഭിവൃദ്ധിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ അഭിവൃദ്ധിയെ കൊടുക്കുന്നവൾ ദേവി, അഭിവൃദ്ധിയായിരിക്കുന്നവൾ ദേവി, വളർച്ചയായിരിക്കുന്നവൾ ദേവി. ഭക്തിയെ നമഃ. ബുദ്ധിയാകുന്ന ദേവിക്ക് നമസ്കാരം. ബുദ്ധി രൂപേണ സംസ്ഥിത എന്ന് പറഞ്ഞില്ലേ, ബുദ്ധിയായിരിക്കുന്ന ദേവി. ധൃത്യേ നമഃ. ധൃതി എന്ന് പറഞ്ഞാൽ ധൈര്യം എന്നർത്ഥം. ധൈര്യം.
ആർക്ക് ധൈര്യം വരും? ഈശ്വര വിശ്വാസത്തോടുള്ളവന് മനസ്സിന് നല്ല ധൈര്യം വരും. എന്ത് വന്നാലും അത് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറയുന്നില്ലേ, ആ ഒരു ധൈര്യം കിട്ടണമെങ്കിൽ ഈശ്വര വിചാരമുള്ളവർക്കേ സാധിക്കുന്നർത്ഥം. തിരിച്ചു പറഞ്ഞാൽ ആർക്കെല്ലാം ഈശ്വര വിചാരം ഉണ്ടാകുന്നോ അവർക്ക് തീർച്ചയായിട്ടും ആ മനോധൈര്യം ഉണ്ടാകും. അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. നമ്മുടെ ആരോഗ്യത്തിന്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് മനസ്സിന്റെ ധൈര്യമാണ്. പേടിച്ചു പോയ പോയി, മനസ്സിന്റെ ധൈര്യമാണ്. എന്തിനു പേടിക്കണം? ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാം ബ്രഹ്മമാണ്, ബ്രഹ്മത്തിന്റെ സ്വരൂപമാണ് ഞാൻ. അതുകൊണ്ട് ഈ ആത്മാവിന് മരണമില്ല, ശരീരത്തിനാണ് മരണം എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു അധൈര്യവും ഉണ്ടാവില്ല. ധൈര്യം ഇല്ലാതാവുന്ന എപ്പോഴാണ്? ഭയം വരുമ്പോഴാണ് ധൈര്യം ഇല്ലാതാവുന്നത്. ഭയത്തിൽ വലിയ ഭയം മരണഭയം. അത് ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല. ഒന്നാമത് ഭയപ്പെട്ട് കാര്യമില്ല, അത് വേറെ വിഷയം. അല്ലെങ്കിൽ മരണം ഈ ശരീരത്തിനാണ്, നമുക്കല്ല എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ ഭയം ഉണ്ടാവില്ല. ആ ധൈര്യമായിരിക്കുന്നവൾ കൃത്യമാണ്. ശാന്തി എന്ന് പറഞ്ഞാൽ സമാധാനം, ക്ഷമ. വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണത്. ക്രോധമുക്തി എന്ന് പറയും, കോപമില്ലാത്തൊരവസ്ഥ, അതാണ് ശാന്തി. സ്വസ്തി മത്യേ നമഃ, നിത്യസത്യമായ ദേവിക്ക് നമസ്കാരം. സു അസ്തി സ്വസ്തി എന്ന് പറയും. അത്യന്തം ഉണ്മയായിരിക്കുന്ന വസ്തു. അത്യന്തം ഉണ്മ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ഒരു വാസ്തവമായ വസ്തു ഇല്ല. The one and only truth is God. ബ്രഹ്മം സത്യം. കാന്തി നമഃ, പ്രകാശരൂപിണിയായ ദേവിക്ക് നമസ്കാരം. ഇച്ഛാശക്തിയായ രൂപിണി എന്ന് അർത്ഥമുണ്ട്. തുഷ്ടി കുട്ടി ബുദ്ധി ധൈര്യം ശാന്തി മംഗളം ഇതെല്ലാം പറഞ്ഞല്ലോ. ഈ ദേവദാസ് ഈ സ്വഭാവങ്ങളെല്ലാം ഈ കാര്യങ്ങളെല്ലാം നമുക്ക് നൽകുന്നവൾ ദേവി തന്നെയാണ്. നന്ദിന്യേ നമഃ, നന്ദപുത്രിയായ ദേവിക്ക് നമസ്കാരം. കാത്യായി എന്ന പേരിൽ നന്ദപുത്രിയായി ജനിച്ച കഥ ഭാഗവതത്തിലുണ്ട്. അതുകൊണ്ട് നന്ദിന്യേ നമഃ. വിഘ്നനാശിന്യേ നമഃ, വിഘ്നങ്ങളെ ഇല്ലാതാക്കുന്നവൾ ദേവി. സത്കർമ്മങ്ങൾക്കും സാധനങ്ങൾക്കും വരുന്ന വിഘ്നങ്ങളെ ദേവി ഇല്ലാതാക്കും. ആ വിഘ്നങ്ങൾ ഇല്ലാതാക്കുന്നതിനാണ് നമ്മൾ ദേവി മഹത്വം മുമ്പ് ഈ കവചം ചൊല്ലി നമ്മൾ ഷീൽഡ് പ്രൊട്ടക്ഷൻ ചെയ്തിട്ടാണ് നമ്മൾ ദേവി മഹത്വം പാരായണം ചെയ്യുന്നത്. തേജോവത്യേ നമഃ, തേജസ്വിയായ ദേവിക്ക് നമസ്കാരം. സൂര്യചന്ദ്രന്മാർക്ക് പോലും പ്രകാശം നൽകുന്നത് ആ ബ്രഹ്മം. അതിന് നമ്മളിവിടെ ദേവി എന്ന് പറയുന്നു. ലളിതാസഹസ്രനാമമായതുകൊണ്ട് ദേവി എന്ന് പറയുന്നു. അപ്പൊ സൂര്യൻ പ്രകാശിക്കണമെങ്കിലും ഉദിക്കണമെങ്കിലും അസ്തമിക്കണമെങ്കിലും എല്ലാം ആ ബ്രഹ്മത്തിന്റെ ആജ്ഞ അനുസരിച്ചാണെന്ന്. സൂര്യനും ചന്ദ്രനും പ്രകാശം നൽകുന്നത് ആ ബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തിന് പ്രകാശമാണ് സൂര്യൻ നൽകി. ആ സൂര്യനാണ് നമുക്ക് പ്രകാശം തരുന്നത്. ലോലാക്ഷി കാമരൂപിണി നമഃ, കാമത്തിന് അതിദേവതയായ യോഗീശ്വരൂപിണി എന്നും അർത്ഥമുണ്ട്. ചഞ്ചല ദൃഷ്ടികളോട് കൂടിയ സുന്ദരിമാരാൽ കാമസ്വരൂപിയായ ദേവിക്ക് നമസ്കാരം. മാലിന്യ നമഃ, മാലയണിഞ്ഞ ദേവിക്ക് നമസ്കാരം. ഇവിടെ മാല എന്ന് പറഞ്ഞാൽ അക്ഷരമാല. ആ മുതൽ അഹ വരെ സ്വരാക്ഷരം, ക മുതൽ ഉള്ളത് വ്യഞ്ജനാക്ഷരം, 2 അക്ഷരമുണ്ട്. തമിഴ് ലാംഗ്വേജ് ഒഴികെ മറ്റെല്ലാ ലാംഗ്വേജിലും 5 വർണ്ണമുണ്ട്. ശരിക്കും ക ഖ ഗ ഖ ങ എന്നാണ് പറയുന്നത്. കായിക ചായച്ച ചായച്ച ഞാൻ സ്കൂളിൽ പഠിപ്പിക്കും. ഇച്ഛ എന്ന് പറഞ്ഞാൽ ഈ 2 ചായട്ടാണ്. ഇതാണ് ച ഛ ജ ഛ ഞ. കരം, അധികരം, മൃദു, ഘോഷം, അനുനാസികം. ഇതാണ് കവർഗം. അതുപോലെ 5 എണ്ണം. അതാണ് 25 അക്ഷരം വ്യഞ്ജനാക്ഷരം. അല്ലെ, ഇതെല്ലാം ഞാമനം എല്ലാം അനുനാസികം, മൂക്കുകൊണ്ടാണ് പറയുന്നത്. ഇങ്ങനെ അക്ഷരങ്ങളെ മാറിയായി കൊണ്ടവൾ ദേവി എന്ന് പറഞ്ഞാൽ അക്ഷര സ്വരൂപിയായിരിക്കുന്നവൾ ദേവി. അതാണ് 51 കടാക്ഷിക്ക് 51 അക്ഷരാത്മികയെ നിൻപത്തല്ലാതിരിക്കില്ല സമ്പത്തമ്മേ സരസ്വതി. പണ്ട് കാലത്തെ പാഠപുസ്തകത്തിൽ ഇതുപോലുള്ള പദ്യങ്ങളാണ് ഉള്ളത്. ഓരോ വരികളിലും തന്നെ ഈശ്വര വിചാരവും ഈ ബ്രഹ്മത്തിന്റെ സത്യം എന്നുള്ള ഉണർവും കൊണ്ടുവരുന്ന പദ്യമായിരുന്നു പണ്ട് കാലത്തെ പാഠപുസ്തകങ്ങൾ. 51 കടാക്ഷിക്ക് എന്ന് പറഞ്ഞാൽ 51 അക്ഷരങ്ങളെ നമുക്ക് തരുന്ന 51 അക്ഷരാത്മികയായിരിക്കുന്ന ദേവി. നിൻ പത്തല്ലാതിരിക്കില്ല, നിന്റെ അനുഗ്രഹമല്ലാതെ എനിക്ക് വേറൊന്നും തന്നെ ഇല്ല. ഹംസിന്യേ നമഃ, ഹംസമായ ദേവിക്ക് നമസ്കാരം. ഹംസഹ എന്ന അജപാത്മ സ്വരൂപത്തിൽ നിന്നർത്ഥം ഹംസങ്ങളോട് കൂടിയവൻ അർത്ഥമുണ്ട്. ഹംസഹ സോഹം ഹംസഹ, അഹം ബ്രഹ്മാസ്മി, ഞാൻ തന്നെ ബ്രഹ്മം, ബ്രഹ്മം തന്നെയാണ് ഞാൻ. അതാണ് ഹംസം. സോഹം ഹംസഹ. മാത്രേ നമഃ, മാതാവായ ദേവിക്ക് നമസ്കാരം. അത് ശ്രീമാത്രേ നമഃ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. എല്ലാവർക്കും അമ്മയാണ് ദേവി എന്നർത്ഥം. അതുകൊണ്ട് ലോകത്ത് ആരും അനാഥൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ആരുമില്ല എന്ന് ആരും പറയരുത്. ആരില്ല എന്ന് പറഞ്ഞാൽ ദേവി വിഷമിക്കും. പാവം, ഞാൻ ഉണ്ടായിട്ട് ഇങ്ങനെ പറയുന്നല്ലോ എന്നുള്ള തോന്നൽ വരും.
ഒരിക്കലും അങ്ങനെ പറയരുത്. എല്ലാവർക്കും അമ്മ ദേവി തന്നെയാണ്, മാതാവ്. മലയപർവ്വതത്തിൽ വസിക്കുന്നവൾ ദേവി. ദേവിയുടെ വാസസ്ഥലം മലയപർവ്വതം. ആൾക്കാർക്ക് ശരിക്കും മലയ പർവ്വതം ശിഖരം പറഞ്ഞ ഇതെല്ലാം സഹസ്രാരത്തെ കുറിക്കും ആത്മീയമായ അർത്ഥത്തിൽ. സുമുഖ്യൈ നമഃ. സുമുഖിയാണ് ദേവി. എപ്പോൾ നോക്കിയ ഏത് ദേവി സ്വരൂപം നോക്കിയാലും ചിരിച്ചോണ്ടിരിക്കുന്ന പോലെയേ ഉള്ളൂ, അല്ലേ? സുമുഖമായിരിക്കുന്നതാണ് പറഞ്ഞാൽ ഈശ്വര വിചാരത്തോടെ ദേവിയെ പൂജിക്കുന്നവരെല്ലാം എപ്പോഴും സന്തോഷത്തിന് ചിരിച്ചുകൊണ്ടിരിക്കണം. സുമുഖ്യൈ നമഃ. നളിന്യൈ നമഃ. താമരപ്പൂവായ ദേവിക്ക് നമസ്കാരം. താമരപ്പൂവായ ദേവി എന്ന് പറഞ്ഞാൽ ദേവിയുടെ മുഖം, കണ്ണ്, കൈകൾ, കാലുകൾ എല്ലാം താമരപ്പൂ പോലെ മൃദുലമാണ്. എന്താണ് താമരപ്പൂ പോലെ എന്ന് പറഞ്ഞാൽ, ഒന്നാമത് മാർദ്ദവം എന്നുള്ള അർത്ഥത്തിൽ താമര എന്ന് പറയാം. രണ്ടാമത് നിറത്തിന്റെ അർത്ഥത്തിലും താമര എന്ന് പറയാം. മൂന്നാമത് ഗുണത്തിന്റെ അർത്ഥത്തിലും താമര എന്ന് പറയാം. ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, ഇന്നലെ വരാത്തവരുള്ളത് കൊണ്ടാണ് ഒന്നുകൂടി പറയുന്നത്. താമര എന്ന് പറഞ്ഞാൽ ഒട്ടലില്ലാത്തതും താല്പര്യം. താമര ചെടിയിലെ വളരുകയുള്ളൂ, നല്ല വെള്ളത്തിൽ വളരില്ല. താമരയിൽ ഒരിക്കലും ചെടി വരലില്ല. ചെടിയിൽ വളർന്നാലും ചെടിയിൽ ഒട്ടലില്ലാതിരിക്കുന്നതാണ് താമര. അതാണ് ഈശ്വര സ്വരൂപം. നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്യുന്ന എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ഒന്നിനും ഒരു ഒട്ടലില്ലാതെ ഇരിക്കുന്നതാണ് ഈശ്വര സ്വരൂപം എന്നർത്ഥം. അതുകൊണ്ട് നളിന്യൈ നമഃ. സുപുരുവേ നമഃ. ഭംഗിയാർന്ന പുരികത്തോട് കൂടിയവൾ. കാമരാജപുരത്തിന്റെ വാതിൽ പോലെ നമ്മൾ നേരത്തെ കണ്ടു. സുന്ദരമായ പുരികത്തോട് കൂടിയവൾ. ശോഭനായൈ നമഃ. ശോഭന എന്ന് പറഞ്ഞാൽ സുന്ദരി എന്നർത്ഥം. ശോഭന എന്ന് പറഞ്ഞാൽ സുന്ദരി. സുരനായികായ നമഃ. ദേവന്മാരുടെ നായികയായ ദേവിക്ക് നമസ്കാരം. ഇതിൽ 236 പേർ ലൈവ് കണ്ടിട്ടുണ്ട്. അപ്പൊ അത്രയും പേര് ഇത് ടി-വിയിൽ കണ്ടുകൊണ്ടിരിക്കുക. ഓക്കെ, ശരിയാവുന്നില്ല. കാണുന്നുണ്ട്, തിരിഞ്ഞാണ് കാണുന്നത്. ശോഭനായി നമഃ. സുന്ദരിയായ ദേവിക്ക് നമസ്കാരം. സുരനായികയായി നമഃ. സുരൻ എന്ന് പറഞ്ഞാൽ ദേവന്മാർ. ദേവന്മാർക്കെല്ലാം നായിക. ദേവനായിക എന്ന് പറഞ്ഞാൽ, ദേവൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ള എല്ലാ ദേവന്മാർക്കും നായിക എന്ന വാക്യാർത്ഥം. ദേവൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള സദ്ഗുണങ്ങളാണ് ദേവന്മാർ, ദുർഗുണങ്ങളാണ് അസുരന്മാർ. നമ്മുടെ മനസ്സിൽ തോന്നിയ എല്ലാ സദ്ഗുണങ്ങളും അധിപതിയായിരിക്കുന്നവൾ ദേവി തന്നെയാണ്. കാളകണ്ഠൈ നമഃ. ശിവഭക്തിയായ ദേവിക്ക് നമസ്കാരം. കാളകണ്ഠൻ എന്ന് പറയാം. ആ കാളകളുടെ വിഷം കഴിച്ചത് കൊണ്ട് കാളകണ്ഠനായി. സാധാരണ നമ്മളെല്ലാം വിചാരിക്കും പരമേശ്വരൻ കാളകളുടെ വിഷം കഴിച്ചപ്പോൾ പാർവതി പോയി കഴുത്തിലിങ്ങനെ പിടിച്ചു, അതുകൊണ്ട് കഴുത്തിൽ തന്നെ ഉറഞ്ഞു പോയി. വിഷം കഴിച്ചാൽ പരമേശ്വരൻ്റെതിലാകുമോ എന്ന് പേടിച്ചാണ് പാർവതി വിചാരിച്ചതെന്നായിരിക്കും സാധാരണ എല്ലാവരും വിചാരിക്കുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ് ചെറുപ്പത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ശിവാനന്ദലഹരി ഗ്രന്ഥം എടുക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് എന്തുകൊണ്ടാണ് ഈ കാളകളുടെ വിഷം. മറ്റ് വസ്തുക്കൾക്കെല്ലാം ആളുകൾ വരും, വിഷം വന്നപ്പോൾ നല്ല 4 വിഷം ഓടാൻ തുടങ്ങി. പരമേശ്വരൻ നോക്കി ലോകരക്ഷണാർത്ഥം അങ്ങനെ കയ്യിലെടുത്ത് ആവശ്യങ്ങൾ ചോദിക്കുന്നു. നാലം വാ പരമോപകാരകമിതം കേകം പശൂനാം പതേ. ചുമ്മാ ചെന്നവനെടുത്ത് കഴിക്കുന്നത് ഞാവൽപ്പഴമാണ്, സിദ്ധ ഗുളികയാണ്. എന്തൊരു ധൈര്യം പരമേശ്വര ചോദിക്കുന്നു. പക്ഷെ കഴിച്ച ആ വിഷം കഴിച്ചില്ലെങ്കിൽ ലോകം മുഴുവൻ ഭസ്മമാകും.
വിഴുങ്ങിയാലോ ഇതുപോലെ കോടിക്കണക്കിന് അണ്ടജലാചരങ്ങൾ ഉദരത്തിൽ വെച്ച് സൂക്ഷിക്കുന്നവർ പരമേശ്വരൻ. പരമേശ്വരൻ പറഞ്ഞാൽ ബ്രഹ്മം, അത്രയേ ഉള്ളൂ. അപ്പോ പുറത്തുള്ള ലോകം അഴിയാൻ പാടില്ല, അകത്തുള്ള ലോകം അഴിയാൻ പാടില്ല. ആ ഒരു ഉദ്ദേശത്തിലാണ് പാർവതി ശിവന്റെ കഴുത്തിൽ പിടിച്ച് നിർത്തിയെന്നല്ലാതെ ഈ വിഷം ഉള്ളിൽ ചെന്ന പരമേശ്വരൻ ആകുമോ എന്നുള്ള പേടി കൊണ്ടല്ല. അങ്ങനെ പാർവതിയല്ലേ ഹിമവന്റെ പുത്രി, കുളിർമയുള്ള കൈ, ആ കൈയോടുകൂടി അവിടെ കഴുത്തിൽ പിടിച്ചപ്പോൾ ആ വിഷം മുറഞ്ഞ് നീല നിറമായി, അത് ഭൂഷണമായി മാറി. ഉപകാരമായിട്ട് ചെയ്തതുകൊണ്ട് വിഷം പോലും ഭൂഷണമായി മാറി പരമേശ്വരനും താത്പര്യം. അത് പരമേശ്വരന്റെ സാമീപ്യം വിഷം പോലും അമൃതമായി മാറും. അങ്ങനെയാണ് ആ നീലകണ്ഠൻ എന്ന് പേര് പറഞ്ഞാണ് കാലകണ്ഠീനമ. നീ മനസ്സിലാക്കണം, പരമേശ്വരൻ വിഷം കഴിക്കാൻ പോയപ്പോ പാർവതി തടഞ്ഞത് പരമേശ്വരൻ എന്താകുമെന്ന് പേടിച്ചിട്ടല്ല, ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ കോടിക്കണക്കിനുണ്ട്, എവിടെയെല്ലാമും ഉണ്ട്. അവിടെയെങ്ങാണ് ഇതുപോലെ ഒരു ക്ഷേത്രം, അവിടെയും ഇതുപോലെ സംഭവം നടക്കുമായിരിക്കും, നമുക്കറിയില്ലല്ലോ. നമുക്കറിയാവുന്നത് കണ്ണിൽ കിടന്ന പ്രപഞ്ചം മാത്രമല്ല, ഇതുപോലെ കോടിക്കണക്കിന് അണ്ടജരാജങ്ങളുണ്ട്. അതിലെല്ലാം രക്ഷിക്കുന്നവൾ ദേവി. കാലകണ്ഠ്യൈ നമഃ, കാന്തിമത്യൈ നമഃ, അതിശോഭയാർന്ന ദേവിക്ക് നമസ്കാരം. ദേവിയുടെ ശോഭ എന്ന് പറഞ്ഞാൽ പ്രകാശം, എന്താ പറയാ, പ്രഭാവം, അതിന് നമുക്ക് വർണ്ണിക്കാൻ സാധിക്കില്ല. ക്ഷോഭിന്യൈ നമഃ, ക്ഷോഭമുളവാക്കുന്ന ദേവിക്ക് നമസ്കാരം. ഇവിടെ ക്ഷോഭം എന്ന് പറഞ്ഞത് സൃഷ്ടിയുടെ ആരംഭത്തിൽ പരമാത്മാവിൽ ശക്തി സ്പന്ദനത്തിൽ ഉണ്ടാവും. ആ ശക്തി സ്പന്ദനത്തിനാണ് ക്ഷോഭം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന, ഞാൻ പറഞ്ഞില്ലേ, എല്ലാത്തിനും നമ്മുടെ ശരിക്കുള്ള അക്ഷരങ്ങളുടെ വാക്കുകളുടെ അർത്ഥമല്ല എടുക്കേണ്ടത്. യാദേവി സർവബോധിയേക്കും ലജ്ജാരോഗണ സംഹിത, ലജ്ജയെല്ലാം ഉദ്ദേശിക്കുന്നത്. ലജ്ജ എന്ന് പറഞ്ഞാൽ നാണം എന്നർത്ഥം. എല്ലാവരുടെ ശരീരത്തിലും നാണമായി ഇരിക്കുന്നവൾ ദേവി എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥമില്ല, അല്ലെ? നാണം സ്ത്രീകൾക്ക്, ആണുങ്ങൾക്ക് നാണം വരാൻ വളരെ കുറവാണ്. അപ്പൊ ആണുങ്ങളുടെ ശരീരത്തിൽ ദേവി സ്വരൂപമില്ലേ? ലജ്ജ എന്ന് പറഞ്ഞാൽ എന്താണ്? അനകൃത്യ കൃത്യം ചെയ്യുമ്പോൾ അരുത് എന്ന് പറയുന്ന മനസ്സാണ് ലജ്ജ. അത് കുറച്ച് ഈശ്വര വിചാരമുള്ളവർ, നല്ല രീതിയിൽ ചിന്തിക്കുന്നവർ, അവരുടെ മനസ്സിൽ അത് തോന്നും. ചെയ്യുമ്പോൾ ഇതുകൊണ്ട് എന്തെങ്കിലും ഇത് വേണ്ട, ആവശ്യമില്ലാത്ത കാര്യം നമുക്കെന്ത് ഇട്ടേക്കാം, പുലിവാല പിടിക്കുന്നുണ്ട് എന്ന് തോന്നുന്നില്ലേ? അത് ചെയ്താൽ നമുക്കൊരു ആപത്ത് വരും എന്നുള്ളൊരു കാര്യമാണെങ്കിൽ അത് ചെയ്യാൻ തുനിയുമ്പോൾ അരുതേ എന്ന് പറഞ്ഞ് നമ്മളെ തടഞ്ഞു നിർത്തുന്ന ഒരു ശക്തിയുണ്ട്. അതാണ് ദേവി. അത് ഈശ്വര അനുഗ്രഹം കൊണ്ടും ഈശ്വര വിചാരം കൊണ്ടും ഭക്തി കൊണ്ടും ശ്രദ്ധ കൊണ്ടും മാത്രം, സത്കർമ്മങ്ങൾ ചെയ്യുന്നത് മാത്രം ആ സ്വഭാവം അവർക്ക് വരും. അല്ലാത്തവർക്ക് വരുന്നില്ലല്ലോ, കള്ളന് വരുന്നില്ലല്ലോ, അല്ലേ? അവൻ അവരുടെ സ്വർണത്തിന് 75,000 രൂപ വിലയുണ്ടെന്ന് അതിനുകൊണ്ട് എന്തുകൊണ്ട് പഠിച്ചെടുക്കണം? അവന്റെ ആവശ്യം നടക്കണം. അത് എങ്ങനെ വാങ്ങിച്ചോ, ആര് വാങ്ങിച്ചോ, ഇതുകൊണ്ട് എന്ത് മുദ്രമുണ്ട്, ആർക്ക് എന്തൊന്നും ചിന്തിക്കാനുള്ള ബുദ്ധി അവന് പോവില്ല. അതേസമയം നമ്മൾ ആ കല്യാണം കിട്ടിയത്, ഇപ്പൊ പ്രഭാഷണം നടത്തുന്ന ഒരു ചെയിൻ ഇവിടെ കിട്ടി, സാധാരണ 99.9% ആൾക്കാരും അതെടുത്ത് നേരെ ക്ഷേത്രത്തിലൂടെ ഏൽപ്പിക്കും. കടയിൽ ഒരു ചെയിൻ കിടന്നു, അതെടുത്ത് പോക്കറ്റ് ഇടണമെന്ന് തോന്നുന്നില്ല മനുഷ്യർ. അത് അനകൃത്യ കൃത്യം ചെയ്യുമ്പോൾ അരുത് എന്ന് പറയുന്നത്, അതാണ് ലജ്ജ. ഇങ്ങനെയാണ് ആ കൃത്യത്തിലെ അർത്ഥങ്ങൾ വരുന്നത്. അതേപോലെ ഈ പദത്തിന് ക്ഷോഭിന്യ എന്ന് പറഞ്ഞാൽ സൃഷ്ടിയുടെ ആരംഭത്തിലുള്ള സ്പന്ദന ശക്തി. സൂക്ഷ്മരൂപിണ്യ നമഃ, സൂക്ഷ്മ ബുദ്ധിയാൽ മാത്രം മനസ്സിലാക്കുന്നവൾ. സൂക്ഷ്മ ബുദ്ധി എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മത്തെ മനസ്സിൽ നമുക്ക് ധ്യാനിച്ച് മനസ്സിലാക്കേണ്ട സ്വരൂപത്തോട് കൂടിയാവുന്ന അർത്ഥം. വജ്രേശ്വര്യ നമഃ, വജ്രേശ്വരിയായ ദേവിക്ക് നമസ്കാരം. ഈ ശ്രീചക്രത്തിന്റെ വജ്രമായ 12 പ്രാകാരങ്ങൾ, അതിനുള്ള ഒരു ദേവിയുടെ സ്വരൂപമാണ് വജ്രേശ്വരി. വാമദേവിയെ നമഃ, വാമദേവൻ എന്ന് പറഞ്ഞാൽ പരമേശ്വരൻ, വാമദേവി എന്ന് പറഞ്ഞാൽ പരമേശ്വരന്റെ ശക്തി എന്നർത്ഥം. വയോവസ്ഥ വിവർജിതായ നമഃ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാല്യം, കൗമാരം, യൗവനം തുടങ്ങി ഈ പ്രായത്തിന്റെ വ്യത്യാസമോ വയസ്സോ ഒന്നും ദേവിക്ക് ഇല്ലാന്ന് അർത്ഥം. നിത്യ യൗവന നിലക്കാർ പറഞ്ഞു നിർത്തിയില്ലേ, അതേപോലെയാണ് ഇവിടെ വയോവസ്ഥ വിവർജിതായ നമഃ. സിദ്ധേശ്വര്യ നമഃ, സിദ്ധന്മാർക്കെല്ലാം ഈശ്വരായ ദേവിക്ക് നമസ്കാരം. സിദ്ധന്മാർ എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രം അനുസന്ധാനം ചെയ്ത് അത് പ്രയോഗിക്കാനുള്ള കഴിവുള്ളവർ സിദ്ധർ എന്നർത്ഥം. പണ്ടുകാലത്ത് അതെല്ലാം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, സിദ്ധന്മാർ ഉണ്ടായിരുന്നു. ഒരു ഒറ്റ കൊണ്ട് മാത്രം കൊടുത്തിരിക്കും, ഒന്നും കാണില്ല കയ്യിൽ, ഒരു വിഭൂതി സഞ്ചി മാത്രം കാണും. ആ വിഭൂതി എടുത്ത് നെറ്റിയിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ ആ സിദ്ധി കൊണ്ട് അസുഖങ്ങൾ മാറും, നമ്മുടെ ഘട്ടങ്ങൾ മാറും, ഒരുപാട് പ്രയോജനം നമുക്ക് കിട്ടും. അസിദ്ധന്റെ കയ്യിൽ നിന്ന് വിഭൂതി വാങ്ങിയാൽ അവരെല്ലാം ഏതെങ്കിലും ഒരു മന്ത്രജപം എടുത്ത് അത് അനുസന്ധാനം ചെയ്യുന്നവരാണ്.
ഇന്നും അത് നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഈ ജാൻഡിസ് വന്നു കഴിഞ്ഞാൽ മന്ത്രിച്ച് അത് നമ്മുടെ അങ്ങനെയുള്ള അമ്മമാർ ഇന്നും ഉണ്ട്. ഒരു ചിരട്ടയിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് ഒരു സൂചി കൊണ്ട് അവർ ഇത് മന്ത്രം ചൊല്ലി ഇങ്ങനെ ഇടപെടും. ആ നല്ല വെറും ശുദ്ധമായ വെള്ളത്തിലാണ് സൂചി ഇടുന്നത്. മന്ത്രം ചൊല്ലി രാവിലെ വൈകുന്നേരം ഇങ്ങനെ 3 ദിവസം പോകണം മന്ത്രിച്ചിറക്കാൻ. ആ ചിരട്ടയിലുള്ള വെള്ളത്തിൽ മഞ്ഞപ്പൊടി തൂവിയതുപോലെ വീഴും. അവിടെ മഞ്ഞക്കള കുറഞ്ഞു വരും. ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ അമ്മയുടെ അപ്പച്ചി ചെയ്യുന്ന ആളാണ്. അതേപോലെ കൊതി, ദൃഷ്ടിദോഷം, അതൊന്നും അന്ധവിശ്വാസമാണെന്ന് കരുതരുത്. ദൃഷ്ടിദോഷം 100% ഉള്ളത് തന്നെയാണ്. അല്ല, ദൃഷ്ടിദോഷം വന്നുപോയി ഇപ്പം അങ്ങനെയൊന്നും ചെയ്യുന്ന അതൊക്കെ ഇല്ലാതാക്കാനുള്ള ആളുകളൊന്നും ഇപ്പോഴില്ല. അപ്പൊ ആർക്ക് സമയമില്ല, എല്ലാവർക്കും ചുണ്ണാമ്പ് തടവാനുള്ള സമയം. ഞാൻ ഉൾപ്പെടെ 2 മിനിറ്റ് കിട്ടിയ ഉടൻ അങ്ങനെ ആയിപ്പോയി ജീവിതം. അങ്ങനെ ദൃഷ്ടിദോഷം വന്നതായിട്ട് തോന്നിയാൽ എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. ഒന്നും ആലോചിക്കണ്ട. ഒരു കൈ നിറച്ച് കല്ലുപ്പ് എടുക്കുക, 3 പ്രാവശ്യം ക്ലാക്ക് വൈസ്, 3 പ്രാവശ്യം ആന്റി ക്ലാക്ക് വൈസ് ചുറ്റി ഒരു ടംബ്ലറിൽ ജലം എടുത്താൽ ഇരുന്നാൽ മതി. തനിയേക്കണം, ആരോട് പോയി പറയുന്നു വേണ്ട. ചെറിയൊരു വലിയൊരു കിട്ടിയ വലിയൊരു ചെറിയ കിട്ടിയ ഇങ്ങനെ ഇതൊന്നും നമ്മളൊക്കെ സ്വയം ദൈവം വെച്ച് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എങ്ങനെ ഉപ്പ് വെള്ളത്തിൽ അരിയുമോ അതേപോലെ നമ്മുടെ ദൃഷ്ടിദോഷം നീങ്ങും. സൗന്ദര്യത്തിൽ ഒരു ശ്ലോകം തന്നെ ഉണ്ട്. അപ്പൊ ദൃഷ്ടിദോഷം എന്നുള്ളത് ഇല്ലാത്തൊരു കാര്യമാണെങ്കിൽ ആദിശങ്കർ തീർച്ചയായിട്ടും ആ ശ്ലോകം അവിടെ രചിക്കില്ല. ഭാഷ്യം ആരും കണ്ടിരുമാതിരി ഭാഷ്യത്തിൽ അത് എഴുതി വിടുന്നു. അത് ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. നമുക്ക് തന്നെ ഫീൽ ചെയ്യും. പതിവിൽ വിപരീതമായി ഒരു കുറച്ചുകൂടി നല്ല കാസ്റ്റ് സാരി ഒരു നല്ല ആഭരണം കൊടുത്ത് എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ വൈകുന്നേരം വന്നവിടെ ഭയങ്കര തലവേദന പോലെ തോന്നും, അല്ലെ, ഒരു ക്ഷീണം പോലെ തോന്നും. ഇതെല്ലാം ദൃഷ്ടി കൊണ്ട് വരാനുള്ള സാധ്യത ഉണ്ട്. തലവേദന വന്നാൽ ദൃഷ്ടി ആവണമെന്ന് ഞാൻ പറയുന്നില്ല, വെയിലത്ത് വന്നാലും തലവേദന വരും, അതല്ല. പക്ഷെ ദൃഷ്ടിയോട് കാരണം കൊണ്ട് ഇതുപോലുള്ള ഭൂതങ്ങൾ വരാൻ താല്പര്യമുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ചുറ്റിയതുകൊണ്ട് ദൃഷ്ടി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പേടിക്കണം. വെള്ളം അരിഞ്ഞുകൊണ്ട് അതിനിടത്ത് കളഞ്ഞേക്കും. അത് അരിയുന്നതിൽ 2-3 ദിവസമായാലും കുഴപ്പമില്ല. തൊടുകയ്ക്ക് ടംബ്ലറിട്ട് എവിടെയെങ്കിലും മാറ്റി വെച്ചേക്കുക, വെള്ളത്തിലിട്ട് വെക്കണം. ദൃഷ്ടിദോഷം ഇതെല്ലാം മന്ത്രിച്ച് മാറ്റാൻ കഴിവുള്ളവർ ഉണ്ടായിരുന്നു. അത് ആ മന്ത്രം ചെയ്തിട്ട് സാധാരണ നമ്മൾ പറയുന്ന മന്ത്രമാണ് അച്യുതാനന്ദ ഗോവിന്ദ നാമോച്ചാരണ സത്യം സത്യം പദാമ്യഹം. ഇതാണ് അവർ പറയുന്നത്. അവരിത് പറഞ്ഞ് തടവിയ കാലിലെ ഉടുക്ക് പോവും, നമ്മുടെ തടവിയ നമ്മുടെ കൈ കൊടുക്കും. നമുക്ക് സിദ്ധിയില്ല. അതവര് ദൃഷ്ടിയായിട്ട് ജപിച്ച് മന്ത്രം ജപിച്ച് വന്ന് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം പോയി. ഇതിനാണ് സിദ്ധി എന്ന് പറയുന്നത്. എന്തിനാണെന്നാൽ ആ സിദ്ധന്മാർക്കെല്ലാം ഈശ്വരി എന്ന് തന്നെ ഒരു മന്ത്ര മനസ്സെന്താണെന്ന് പ്രയോഗിക്കാനുള്ള കഴിവുണ്ടെങ്കിലും ആ കഴിവ് കൊടുക്കുന്നത് ഈശ്വരിയാണെന്നുള്ള ചിന്തയിലേ അവരത് ചെയ്യാവൂ. അതാണ് സിദ്ധന്മാർക്കും ഈശ്വരിയായ ദേവി. സിദ്ധവിദ്യായ ദേവിക്ക് നമസ്കാരം. പഞ്ചദശി മന്ത്രം ഞാൻ പറഞ്ഞു, ശ്രീവിദ്യാ മന്ത്രം, അതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ശാശ്വതവും സർവ്വലോകമായതുകൊണ്ട് ആ മന്ത്രം ഉപദേശിക്കാൻ ഉള്ളത്, അതാണ് സിദ്ധവിദ്യ. സിദ്ധമാത്രേണ സിദ്ധന്മാരുടെ മാതാവായ ദേവിക്ക് നമസ്കാരം. സിദ്ധം എന്ന് പറഞ്ഞാൽ തപസ്യ അർത്ഥമുണ്ട്. മന്ത്രത്തെ ദർശിക്കാൻ കഴിവുള്ള സിദ്ധിയുള്ളവൻ. യശസ്വിന്യനുമ അത്യധികമായ കീർത്തിയുള്ള ദേവിക്ക് നമസ്കാരം. വിശുദ്ധി ചക്ര നിലയായനുമ മൂലാധാരം തുടങ്ങി ഓരോ ആധാരത്തിലും വരുന്ന ദേവിയുടെ രൂപം, അവരുടെ പേര്, എത്ര മുഖം, എന്ത് നൈവേദ്യം, ഇതെല്ലാമാണ് ഇനി എന്ന് വർണ്ണിക്കാൻ പോകുന്നത്. നമ്മൾ 7 ആധാരം: മൂലം, സ്വാധിഷ്ഠാനം, മണിപൂരം, മനാഗത, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം എന്നുള്ളത്. ഇതൊരു 20 വർഷം മുമ്പേ വട്ടിയൂർക്കാവിലൊരു ആയുർവേദ ഹോസ്പിറ്റലിൽ ഒരു 6 ഫാറിനേഴ്സ് വന്നു ട്രീറ്റ്മെന്റ്. അവർക്ക് ലളിതാ സഹസ്രനാമത്തിനെ പറ്റി കുറെ കാര്യങ്ങൾ അറിയണം എന്ന് പറഞ്ഞപ്പോൾ ആ ഹോസ്പിറ്റലിന്റെ അക്കൗണ്ട് എൻ്റെ ബാങ്കിലായിരുന്നു. അപ്പൊ എന്നോട് ചോദിച്ചു, ഞാൻ പോയി എൻ്റെ മോളെയും കൊണ്ടുപോയി. കാരണം ഫാറിനേഴ്സിന്റെ ഇംഗ്ലീഷിൽ നമുക്ക് ആക്സെന്റ് ചിലപ്പോൾ കിട്ടില്ല. നമ്മൾ 2330 എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, 233 എന്ന് പറയും, അത് 0 ആണ്. ഇതൊക്കെ നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ ഞാൻ ആദ്യം എൻ്റെ സിന്ദൂരാറിന് വിഗ്രഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കുറെ കേട്ടിട്ടുണ്ട്. ലേഡി പറഞ്ഞു,
ജസ്റ്റ് 1 മിനിറ്റ്. ഈ ഓരോ ആധാരത്തിലും ദേവിയുടെ ഉണ്ട് നിങ്ങൾ പറയുന്നല്ലോ, ആ രൂപത്തെ വർണ്ണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ആദ്യം ഞാൻ അന്തമിട്ടു, എപ്പോഴാണ് നോക്കിയത് ഇതാ പറയുന്നതല്ല. എന്തിനു പറയുന്നതെന്ന് വെച്ചാൽ ലളിതാ സഹസ്രനാമം പഠിച്ചിട്ട് അതിന് ഭാഷ്യം നോക്കിയിട്ട് ഓരോന്നും എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ് വരാഹാവതാരമെടുത്ത് പോകുന്നവരാണ് വിദേശികൾ. അങ്ങനെയാണ് ശിവലിംഗത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് ഇന്ന് ശിവ ആറ്റോമിക് റിയാക്ടീവ് സെന്റർ എന്നാണ് ലണ്ടനിലുള്ളത്. ശിവലിംഗത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയതാണ് അവർ ചോദിച്ചു. അതാണ് ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓരോ ആധാരത്തിലും എന്ത് രൂപം, എന്താണ് പേര്, എത്ര കൈ, എത്ര മുഖം, എന്ത് നിവേദ്യം നോക്കുന്നു. വിശുദ്ധി ചക്രത്തിൽ ആരക്തവർണ്ണായും ഇളം ചുവപ്പ് നിറത്തിൽ ദേവി, 3 കണ്ണുകൾ, ത്രിലോചനായ നമഃ, ഖഡ്വാംഗാദി പ്രഹരണായ നമഃ, ഖഡ്വാംഗം തുടങ്ങിയ ആയുധങ്ങൾ ധരിച്ചവൾ ദേവി, ഡാകിനി ദേവി എന്നാണ് പേര്. വദനേക സമന്വിതായ നമഃ, ഒരു മുഖമുള്ളവൾ, പായസാന്ന പ്രിയായ നമഃ, പായസം പ്രിയമുള്ളവൾ, ത്വക്സ്ഥായ നമഃ, ത്വക്കിൽ സ്ഥിതി ചെയ്യുന്ന ദേവി. പറഞ്ഞാൽ യോഗാഭ്യാസം ചെയ്ത് ഓരോ ആധാരത്തിലും കുണ്ടലിനി ശക്തി പ്രവർത്തിക്കുന്ന സമയത്ത് ആ സാധകന് അനുഭവപ്പെടുന്ന വസ്തുതയാണ് ഇവിടെ പറയുന്നത്. അത് അനുഭവിച്ചേ അറിയാൻ പറ്റൂ, എടുത്ത് കാണിക്കാൻ പറ്റുള്ളൂ. പഞ്ചസാരയുടെ മധുരം എങ്ങനെയിരിക്കും മണിക്കൂറുകൾ പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലാവും. 100 പേജ് എഴുതിയാലും മനസ്സിലാവില്ല. ശകലെടുത്ത് ടേസ്റ്റ് ചെയ്താൽ മനസ്സിലാവും. അതുപോലെ യോഗാഭ്യാസത്തിലൂടെ കുണ്ടലിനി പ്രയോഗം പഠിച്ചവർക്ക് മനസ്സിലാവും. നമ്മൾ അതിനോട്ടൊന്നും ഇറങ്ങണ്ട. കുണ്ടലിനി ശക്തി പ്രയോഗമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ രീതിയിലുള്ള ആ ഒരു ശിക്ഷണത്തിൽ മാത്രമേ അത് ചെയ്യാവൂ. അല്ലെങ്കിൽ ഞാൻ ഇന്നലെ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞല്ലോ, അത് വിപരീതമായ ഫലങ്ങളെ നമുക്ക് കൊടുക്കും. പക്ഷെ ഇങ്ങനെ കൊണ്ടെന്നുള്ളത് അറിയാം. പശുലോക ഭയങ്കര മൃഗതുല്യമായ അജ്ഞാനികൾക്ക് ഭയമുണ്ടാക്കുന്ന ദേവി, മൃഗതുല്യമായ അജ്ഞാനിക്ക് ഭയമുണ്ടാക്കുന്ന ദേവി എന്ന് പറഞ്ഞാൽ, മൃഗതുല്യമായ അജ്ഞാനി എന്ന് പറഞ്ഞാൽ പാപകർമ്മങ്ങൾ യാതൊരു കുസലും കൂടാതെ ചെയ്യുന്നവർ എന്നർത്ഥം. അമൃതാദി മഹാശക്തി സമ്പ്രദായ അമൃതാമുഖമായ മഹാശക്തികളാൽ ചൂടപ്പെട്ടവൾ, ആ ദേവിക്ക് ഡാകിനി എന്ന പേര്. ഇത് വിശുദ്ധി ചക്രത്തിൽ വരുന്ന ദേവതയുടെ രൂപം. അനാഹതാബ്ജനായ അനാഹത ചക്രത്തിലോ, അനാഹതം എന്ന് പറഞ്ഞാൽ ഹൃദയം, ശ്യാമാഭായി കറുത്ത നിറമുള്ളവൾ ദേവി, ബദലധ്വജായ 2 മുഖമുള്ള ദേവി, ദംഷ്ട്രോജ്വലായ ദംഷ്ട്രങ്ങളാൽ ശോഭിക്കുന്ന ദേവി. ദംഷ്ട്രം എന്ന് പറഞ്ഞാൽ പുറത്ത് തള്ളി നിൽക്കുന്ന രീതിയിലുള്ള പല്ലുകൾ, കാളിയുടെ സ്വരൂപം. അക്ഷമാലാദി ധരായ ജപമാല മുതലായവ ധരിച്ചവൾ, അക്ഷം, ശൂലം, കപാലം, ദമരു, ഇതാണ് 4 കൈയിലുള്ള ആ ദേവിയുടെ ആയുധം. രുധിര സംസ്ഥിതായ നമ്മുടെ രക്തത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ദേവി. കാളരാത്രിയുടെ ശക്തി അമൃതായമ, കാളരാത്രി മുതലായ ശക്തി സമൂഹത്താൽ സേവിക്കപ്പെട്ടവൾ. 12 ദളങ്ങളുള്ള പട്ടണത്തിന്റെ നടുവിൽ രാഗിനി ദേവി സ്ഥിതി ചെയ്യുന്നു. അക്കാ മുതൽ ധാ വരെയുള്ള അക്ഷരങ്ങളാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം ഞാൻ പറഞ്ഞ ശ്രീചക്ര ഉപാസന ചെയ്ത് ദേവി ആരാധന ചെയ്യുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സിദ്ധൗദന പ്രിയായ സിദ്ധൗദനം എന്ന് പറഞ്ഞാൽ നെയ് ചേർത്തുണ്ടാക്കിയ ചോറ്, അതാണ് ആ ദേവിക്ക് പ്രിയം. മഹാവീരേന്ദ്ര വരദായ മഹാവീരന്മാർക്ക് വരം നൽകുന്നവൾ ദേവി. ആരാണ് മഹാവീരന്മാർ? പരമജ്ഞാനികളാണ് മഹാവീരന്മാർ. യുദ്ധം ചെയ്യുന്നവരെ മഹാവീരൻ എന്ന് പറയും. ഇവിടെ ഇന്ദ്രിയങ്ങളെ അടക്കി നിർത്തി മനസ്സിനെ ഈശ്വരനെ ലയിപ്പിക്കാൻ കഴിവുള്ളവരാരോ അവരാണ് മഹാവീരന്മാർ. മാണിക് എന്ന സ്വരൂപിണ്യന്മാർ, രാഗിണി എന്ന സ്വരൂപിണ്യന്മാർ, രാഗിണി എന്ന സ്വരൂപിക്കുന്ന ദേവി. മണിപൂരാബ്ജനായ മണിപൂര ചക്രത്തിലോ നാഭിൽ വസിക്കുന്നവൾ. വദനത്രയ സംയുതായ 3 മുഖമുള്ളവൾ ദേവി. വജ്രാധികാരിതോപേതായ വജ്രം മുതലായ ആയുധങ്ങളോട് കൂടിയവൾ. വജ്രം, ശക്തി, ദണ്ഡം, അഭയമുദ്ര, ഇതെല്ലാം. ഡാമരിജാതി വിലാപതായ ഡാമരി മുതലായ ശക്തികളാൽ ചുറ്റപ്പെട്ടവൾ. രക്തവർണ്ണായ ആ ദേവിക്ക് അവിടെ ചുവപ്പ് നിറമായിരിക്കും. മാംസനിഷ്ഠായ മാംസം എന്ന ധാതുവിൽ സ്ഥിതി ചെയ്യുന്നവൾ. നോക്കൂ, നമ്മുടെ ശരീരത്തിലുള്ള രോമം, തൊലി, മാംസം, മജ്ജ എല്ലാത്തിലും ഈശ്വര സ്വരൂപത്തെ നമ്മൾ കാണുകയാണ്. എല്ലാം ഈശ്വര സ്വരൂപം തന്നെയാണെന്ന് അർത്ഥം. ഗുഡാന്നപ്രീതമായ സായ്മ, ഗുഡാന്നം എന്ന് പറഞ്ഞാൽ ശർക്കര പായസം, അതാണ് നൈവേദ്യം. സമസ്ത ഭക്ത സുഖദായ ഭക്തജനങ്ങൾക്കെല്ലാം സുഖം നൽകുന്ന ദേവി.
ആ ദേവിക്ക് ലാഗിനി എന്ന് ലാഗിനി എമ്പ സ്വരൂപിണി നമ. അത് സ്വാധിഷ്ഠാന ചക്രം സ്വാധിഷ്ഠാനാമ്പുലകതായി നമ. മുഖ്യസ്ഥാനത്ത് സമാനമായുള്ള ഈ പത്മത്തിന് 6 ഇതളുകളാണ് ഉള്ളത്. ചതുർവക്ത മനോഹരായി നമ. ആ ദേവി സ്വരൂപത്തിന് 4 മുഖങ്ങൾ. ശൂലാധ്യായുധ സമ്പന്നായ നമ. ശൂലം, പാശം, കപാലം, അങ്കുശം ഇത് 4 ആയുധമായി ധരിച്ചവൾ. ആ ദേവിയുടെ നിറമോ മഞ്ഞ നിറം. പീതവർണ്ണായി നമ. അതിഗർഭിതായി നമ. അതിഗർഭത്തോട് കൂടിയവൾ. ഗർഭം എന്ന് പറഞ്ഞാൽ അത് മോശമായ സ്വഭാവമല്ല, അല്ലേ? ദേവിക്ക് ഗർഭം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നാൽ ദേവിയുടെ ശക്തിയെ കാണിക്കുന്ന, അതാണ് പറഞ്ഞത്. വാക്കിന്റെ അർത്ഥമായിട്ട് എടുത്താൽ നമുക്ക് ശരിയായ അതിന്റെ താല്പര്യം മനസ്സിലാവും. വീര്യം, സൗന്ദര്യം എന്നിവ കാരണമാണ് ഗർഭം വരുന്നത്. സാധാരണ നോക്കിയാൽ ഗർഭം സാധാരണ വരാനുള്ള സാധ്യത നല്ല പണം, നല്ല സൗന്ദര്യം, എല്ലാ സൗഭാഗ്യം, നല്ല പഠിത്തം ഇതൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികം അതിന്റെ കൂടെ ഗർഭം ഉണ്ടാകും. ഇത് അതിന്റെ കൂടപ്പുറപ്പ് തന്നെയാണ്. ഇവിടെ പറയുന്നത് ദേവിയുടെ പ്രഭാവത്തെ കാണിക്കുന്നതായിട്ടാണ് എടുക്കേണ്ടത്. വീര്യം, സൗന്ദര്യം, അതിഗർഭിതായ നമ. മേധോനിഷ്ഠായ നമ. മേധസ് എന്ന വാർത്തയിൽ മേധസ് എന്ന് പറഞ്ഞാൽ കൊഴുപ്പ്, കൊളസ്ട്രോൾ, അല്ലേ? നമുക്കെല്ലാം ഇല്ലാത്തതാണ് അത്. കൊഴുപ്പില്ല, ശരീരത്തിലെ കൊഴുപ്പാണ് മേധസ് എന്നർത്ഥം. മധുപ്രിയതായ നമ. മധുവിൽ പ്രിയമുള്ളവൾ ദേവി. മധു എന്ന് പറഞ്ഞാൽ തേൻ. ബന്ധിന്യാദി സമന്വിതായ നമ. ബന്ധിനി തുടങ്ങിയ മുതലായ ശക്തികളോട് ചേർന്നിരിക്കുന്നവൾ. ആ ദേവിക്ക് ദദ്യന്നാസക്ത ഹൃദയായ നമ. തൈർച്ചോറിൽ ആസക്തിയുള്ളവൾ. ആ ദേവിയുടെ പേര് കാകിനി. കാകിനി രൂപധാരിണി. കാകിനി എന്ന രൂപത്തിൽ ദേവി. അടുത്ത ഏറ്റവും താഴെയുള്ള മൂലാധാരം. മൂലാധാരം തുലാറൂഢായ നമ. നട്ടലിൽ അടിയായി സ്ഥിതി ചെയ്യുന്ന ആധാരത്താണ് മൂലാധാരം. അവിടെയാണ് 3 ചുറ്റിൽ ആ കുണ്ടൽ ശക്തി, മഹാശക്തി കുണ്ടലിനി വിസതന്തു തനീയസ് എന്ന് പറയുന്ന ശക്തി ഇരിക്കുന്നത്. അവിടെ 5 മുഖമുള്ളവളാണ് ദേവി. പഞ്ചവക്തായ നമ. അസ്ഥി സംസ്ഥിതായ നമ. നമ്മുടെ അസ്ഥിയിൽ സ്ഥിതി ചെയ്യുന്നവൾ. അങ്കുശാദി പ്രകടനായ നമ. അങ്കുശം തുടങ്ങിയ ആയുധം ധരിച്ചവൾ. എന്തെല്ലാമാണ്? അങ്കുശം, കാമര, പുസ്തകം, ജ്ഞാനമുദ്ര ഇതെല്ലാം ധരിച്ചവൾ. വരദാദി നിഷേവിതായ നമ. വരദ മുതലിയ ശക്തികളാൽ ചുറ്റപ്പെട്ടവൾ. മുഗ്ധോദന സത്യജിത്തായ നമ. മുഗ്ധോദനം എന്ന് പറഞ്ഞാൽ, മുഗ്ധം എന്ന് പറഞ്ഞാൽ ചെറുപയർ. ചെറുപയർ ചേർത്ത ചോറ് നേരിദ്യം താല്പര്യമുള്ളവർ. സാഗിന്യംബ സ്വരൂപിണി നമ. സാഗിനി രൂപിണിയായ ദേവിക്ക് നമസ്കാരം. ആ ദേവിക്ക് സാഗിനി എന്ന് പേര്. ആജ്ഞാചക്രാബ്ജന്റെ ആജ്ഞാചക്രം 2 പുരികത്തിന് നടുവിൽ വരുന്ന ആ ഭാഗം 6ാമത്തെ ചക്രം. അവിടെ എന്താണ്? ശുക്ലവർണ്ണായ നമ. വെളുത്ത നിറത്തിലുള്ളവൾ ദേവി. 6 മുഖം. ഷടാനനായ നമ. മജ്ജാസംസ്ഥായ നമ. മജ്ജയിൽ വസിക്കുന്നവൾ ദേവി. ഹംസവതി മുഖ്യശക്തി സമന്വിതായ നമ. ഹംസവതി തുടങ്ങിയ ശക്തികളാൽ ചുറ്റപ്പെട്ടവൾ. ഹരിദ്രാനേക രസികായ നമ. മഞ്ഞൾ ചേർത്ത അന്നത്തിൽ പ്രീതിയുള്ളവൾ. കാകിനി രൂപധാരിണി നമ. ആ ദേവിക്ക് കാകിനി എന്ന പേര്. ഇങ്ങനെ 6 ആധാരവും കഴിഞ്ഞു. 7ാമത്തെ ആധാരമായ സഹസ്രാരത്തിലിരിക്കുന്ന ദേവി ആരാ ചോദിച്ചാൽ അവിടെ ദേവി ദേവനുള്ള വ്യത്യാസമില്ല. 2ഉം ചേർന്നുണ്ട്. ശിവശക്തിയായുക്തോ യതിപൗരശക്തപ്രഭു എന്ന് പറഞ്ഞാൽ ആ ബൈന്ദവ കലയാണ്. ശിവശക്തിക്ക് രൂപിണ്യ നമ അങ്ങനെ പറഞ്ഞത് നിർത്തുന്നുണ്ട്. ശിവായ നമ. ശിവശക്തിക്ക് രൂപിണ്യ. ശിവനും ശക്തിയും ചേർന്ന് ഐക്യമായിരിക്കുന്ന സ്വരൂപത്തോട് കൂടിയവൾ എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മം. ലളിതാസ പല പദങ്ങളും ആ 25ാമത്തെ തത്വമായ സകല സ്വരൂപത്തെയും, ചില പദങ്ങൾ ആ ബ്രഹ്മത്തെയും കുറിക്കും. സഹസ്രതുള്ള പത്മസ്ഥായി നമ. 1000 ഇതളുള്ള താമരയിൽ വസിക്കുന്നവൾ സഹസ്രാരത്തിൽ. ശിരസ്സുള്ള ബ്രഹ്മരന്ധ്രമാണ് ഇത്. ശരിക്കും എല്ലാം ഉണ്ട്. ഇവിടെ തൊക്കെ ശകലം ഒരു കുഴി പോലെ കാണും. അവിടെ സോഫ്റ്റ് ആയിരിക്കും. അതാണ് ഈ രാസനാദിപ്പൊടി അവിടെ വെച്ച് ഇങ്ങനെ തേക്കുന്നത്. ശരിക്കും ഒരു ഇതുണ്ട്. അതാണ് സഹസ്രാരം. അപ്പൊ ആ വരുമ്പോൾ അവിടെ എന്താണ്? എല്ലാം കഴിഞ്ഞ അതീതമായി ഇരിക്കുന്നതാണ്. അപ്പൊ ഇന്നത് എന്നുള്ള വ്യത്യാസം അവിടെ ഇല്ല. അതുകൊണ്ട് സർവവർണ്ണവും ശോഭിതായനമാണ്. എല്ലാ വർണ്ണത്തോടും കൂടിയവൾ. ഇവിടെ പൂർണ്ണതയായതുകൊണ്ടാണ്. മറ്റത് ഓരോന്നും പ്രത്യേകം പറഞ്ഞു.
ഇതെല്ലാം ചേർന്നെന്നുള്ള അർത്ഥത്തിലാണ് അത് പറയുന്നത്. സർവായുധ ധരായുധമാ, ഓരോ ആയുധങ്ങൾ പറഞ്ഞു. ഇവിടെ എല്ലാ ആയുധങ്ങളും കയ്യിൽ ധരിച്ചവൾ. ശുക്ല സംസ്ഥിതായുധമാ, ശുക്രം എന്ന ധാതുവിൽ സ്ഥിതി ചെയ്യുന്നവൾ. സർവതോ മുഖ്യനമാ, പലത് ഒരു മുഖം, രണ്ട് മുഖം, നാല് മുഖം എന്നൊക്കെ പറഞ്ഞു. ഇവിടെ സർവതോ മുഖം, എല്ലാ സ്ഥലത്തും മുഖമുള്ളവൾ. പിന്നെ എന്ത് നിവേദിച്ചാലും അത് സ്വീകരിക്കണം. സർവോദര ക്രീഡചിത്തായനമാ, ആ ദേവിക്ക് യാമിനീയമാ, യാമിനി സ്വരൂപം. ഇതെല്ലാം നമുക്ക് ഇങ്ങനെയൊക്കെ പേരുകളുണ്ട് എന്ന് മനസ്സിലാക്കാനേ പറ്റുള്ളൂ. യോഗാഭ്യാസം ചെയ്യുന്നവർക്ക് ആ ദർശനം ആ ദേവിയുടെ കിട്ടും. അത് കുണ്ടലശക്തി പ്രയോഗം ചെയ്യുന്നവർക്കേ മനസ്സിലാവുള്ളൂ. താല്പര്യം. അടുത്ത രണ്ട് പദം സ്വാഹായി നമഃ, സ്വതായി നമഃ. സ്വാഹ എന്ന് പറഞ്ഞാൽ ഹോമോക്ക് മന്ത്രം നമ്മൾ വിചാരിക്കും. എല്ലാത്തിനും അടിച്ചു പറഞ്ഞ് നമ്മൾ സ്വാഹ അത് പറയാം. നമ്മളായിട്ട് കണ്ടുപിടിച്ചൊരു വാക്കാണത്. അതെല്ലാം സ്വാഹ. ഇവിടെ സ്വാഹ എന്ന് പറഞ്ഞാൽ അത് ദേവപോഷണി മന്ത്രം എന്നർത്ഥം. സ്വത എന്ന് പറഞ്ഞാൽ അത് പിതൃപോഷണി മന്ത്രം എന്നർത്ഥം. കാരണം നമ്മൾ ശ്രാദ്ധാദി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പെണ്ണമിക്കുമ്പോൾ സ്വതാനമ സമ്പ്രദത എന്ന് പറഞ്ഞാണ് വെക്കേണ്ടത്. ആ സ്വത എന്ന വാക്ക് ഉച്ചരിച്ചാലേ പിതൃക്കൾക്ക് തൃപ്തിയായിട്ട് അത് എടുക്കുള്ളൂ. സ്വാഹ എന്ന് പറഞ്ഞാൽ ദേവപോഷണി മന്ത്രം. എന്താണ് ദേവപോഷണി മന്ത്രം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏത് ദേവതയെ ഉദ്ദേശിച്ചാണോ ആ ഹവിസോ നെയ്യോ ഹോമിക്കുന്നത്, അത് ആ ദേവതയ്ക്ക് കൊണ്ട് ചെന്ന് എത്തിക്കുന്നത് ആരാ? അഗ്നി. അഗ്നിയാണ് കൊറിയർ ഏജന്റ്. പണ്ട് കാലത്തെ പോസ്റ്റ്മാൻ. ഇപ്പോഴും പോസ്റ്റ്മാൻ ഉണ്ട്, ഇല്ലെന്നല്ല. പണ്ട് പോസ്റ്റ്മാൻ മാത്രമേ, ഇപ്പോൾ കൊറിയർ ഏജന്റ്. കൊറിയർ ഏജന്റ് ചുമ്മാ കൊണ്ടുപോകും, അവർ കമ്മീഷൻ കൊടുക്കുന്നു. അതുപോലെ ആദ്യം ഹോമം ചെയ്യുമ്പോൾ ആദ്യം എന്ത് ചെയ്യും? അഗ്നിയേ സ്വാഹ, പിന്നെയാണ് സൂര്യ യസ്വാഹ, ഇന്ദ്ര, ഓരോ ദേവന്മാരാക്കും ഹോമം ചെയ്യുന്നത്. സ്വാഹ എന്ന് പറഞ്ഞാൽ അഗ്നി ഭഗവാന്റെ ഭാര്യയുടെ പേരും സ്വാഹ എന്നാണ്. സാധാരണ തമാശയായിട്ട് പറയും, ഭാര്യയുടെ പേര് പറഞ്ഞ് ഹോമം ചെയ്താൽ കൃത്യത പറഞ്ഞ ഭംഗിയായിട്ട് അഗ്നി ഭഗവാൻ ചെയ്യും. ചുമ്മാ ഒരാളെ തമാശയായിട്ട് പറഞ്ഞതാണത്. നമുക്കിവിടെ വേണ്ടത് ഈ സ്വാഹ എന്ന മന്ത്രത്തിന്റെ ആ ബലം എന്താണ്? അതൊരു പുരാണത്തിലൊരു കഥയുണ്ട്. നപുഷന്റെ മഹാരാജാവ് അതേ ഒരു യാഗം ചെയ്യും. യാഗം ചെയ്യുമ്പോൾ സമ്പർത്തനെ വെച്ചാണ് യാഗം ചെയ്യുന്നത്. ഈ സമ്പർത്തൻ ബൃഹസ്പതിയുടെ അനിയൻ. ബൃഹസ്പതി ദേവഗുരു. ദേവഗുരുവിനാണ് ഇവിടെ പ്രാധാന്യം, ക്ഷേത്രമാണ് പ്രാധാന്യം. സമ്പർത്തം സാധാരണ ആളുകൾ. എന്തോ ഈ നപുഷന് തോന്നി സമ്പർത്തനെ വെച്ച് യാഗം ചെയ്യണം. ബൃഹസ്പതിയെ സഹിക്കുമോ? ഞാനുള്ളപ്പോ എന്റെ അനിയൻ എങ്ങനെ? ഒരു മലയാള സിനിമയുടെ ഉണ്ടല്ലോ, പേര് മറന്നുപോയി എനിക്ക്. മോഹൻലാലിനെ എല്ലാവരും പൊഴുത്തുമ്പോ ചേട്ടൻ ദേഷ്യം വന്നു എന്ന് പറഞ്ഞൊരു പടം ഭരതമാണ്. ഇതൊരു പടമുണ്ട്, ഭരതമോ ഏതൊരു പടം. വാസ്തവത്തിൽ അങ്ങേർക്ക് പാടാൻ വയ്യാത്തായപ്പോൾ രക്ഷിക്കാൻ വേണ്ടി പാടിയതാണ്. അപ്പൊ ഇയാളുടെ പാട്ട് കേട്ടപ്പോൾ ആളുകളെല്ലാം പിന്നെ ഇയാളെ ബുക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോ ഇന്ത്യയിലെ അനിയനായാലും തന്റെ സ്ഥാനം പോണല്ലോ. ഇത് സിനിമയിൽ വന്ന കഥയാണെങ്കിൽ പുരാണത്തിൽ ഇതുപോലൊരു കഥ ഇരിക്കുന്നു. അതിനാണ് ഞാൻ പറഞ്ഞത് കമ്പാരിസൺ. ബൃഹസ്പതിക്ക് ഭയങ്കര ദേഷ്യമാണ്. നേരെ പോയി ഇന്ദ്രന്റെ അടുത്ത്, ഇന്ദ്ര നപുഷം യാഗം ചെയ്യുന്നുണ്ട്. ഏത് യാഗത്തിലും ആദ്യം ഇന്ദ്രായ അഗ്നിയെ സ്വാഹ, ഇന്ദ്രായ സ്വാഹ. രണ്ടാമത്തത് ആദ്യം അഗ്നിക്ക് കമ്മീഷൻ കൊടുക്കണം, എങ്കിലും കറക്റ്റ് നടക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. അതിന് രണ്ടാമത്തത് ഇന്ദ്രനാണ് കൊടുക്കുന്നത്. പിന്നെയാണ് ഓരോ ദേവതയും. നവഗ്രഹമാണെങ്കിൽ ഓരോ ആദിത്യൻ, അങ്കാരകൻ, ശുക്രൻ എന്ന് പറഞ്ഞ ഓരോ ദേവതയ്ക്ക് നമ്മൾ ഹോമം ചെയ്യുന്നത്. മഹാഗണപതിയാണ് ഗണപതിക്ക് ഹോമം ചെയ്യുന്നത്. ഏത് ദൈവത്തിന് ഹോമം ചെയ്യുന്നതിന് മുമ്പ് ഇന്ദ്രനൊരു ആഹുതി കൊടുക്കും. ഈ ആഹുതി നീ സ്വീകരിക്കാൻ പാടില്ല, നീമയ ത്യാഗത്തിന് തടഞ്ഞു നിർത്തണം. അപ്പൊ ഇന്ദ്രൻ ചോദിക്കും, നല്ലൊരു കാര്യമല്ലേ, ലോകക്ഷേമാർത്ഥം ചെയ്യുന്നു, എന്തിനാണ് നമ്മൾ തടഞ്ഞു നിർത്തുന്നത്? കൂടുതലൊന്നും പറയണ്ട. ആരെങ്കിലും തപസ് ചെയ്യാൻ നിന്നാൽ നിന്റെ പദവി പോകുന്നത് പേടിച്ചിട്ടല്ലേ നിന്റെ കയ്യിലുള്ള ഉർവശി രംഭത്തിലോത്തമ മിസൈലൊക്കെ നീ അയക്കുന്നത്. ഉർവശി രംഭത്തിലോത്തമ എന്ന് പറഞ്ഞാൽ സുന്ദരികളായ സ്ത്രീകൾ എന്നും ഒരേ പ്രായം, എത്ര തലമുറയുടെ എത്ര അങ്ങനെ ഇരിക്കും. ഇങ്ങനെ സ്ത്രീകളൊക്കെ ദേവലോകത്തുണ്ട്. അപ്പൊ ഇവിടെ ഏകാദശി പട്ടിണി, ദ്വാദശി വ്രതം, ശിവരാത്രിയൊക്കെ എടുത്ത് ഒഴിച്ചാൽ സ്വർഗത്ത് പോയി ആ സുന്ദരിമാരുടെ നൃത്തമൊക്കെ കാണാം. ഇങ്ങനെയൊക്കെ കഥയായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ഉർവശിരംഭത്തിലോത്തമയുടെ നൃത്തം കാണാനായിട്ട് പട്ടിണി നടന്ന് പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നമ്മുടെ റിമോട്ട് അമിക്കകൾ എത്ര ഇതിനേക്കാൾ എത്ര സുന്ദരികളാണ് ഇവിടെ ആടുന്നത്.
അപ്പൊ ആരാണ് ഈ ഉർവശി രംഗത്തിലോത്തമ? അതൊന്നും സ്ത്രീകളല്ല, സിദ്ധികൾ നടത്താം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, സിദ്ധികൾ നടത്താം. സിദ്ധി എപ്പോഴും ഒരുപോലെ തന്നെ ഇരിക്കും. അതിന് വയസ്സായി പ്രായമായി എന്നുള്ളതൊന്നുമില്ല. അതാണ് ഈ ദേവകന്യകൾ ഉർവശിയുടെ തിലോത്തമന്മാരെല്ലാം എന്നും സുന്ദരികളായി ഇരിക്കുന്നതെന്ന് താല്പര്യം. അപ്പൊ എന്തിനാണ് തപസ് ചെയ്യുമ്പോൾ ഇവരെ തപസ്സിളക്കാനായിട്ട് അയക്കുന്നത്? വിശ്വാമിത്രന്റെ തപസ്സിളക്കാൻ മേനകയെ അയച്ചു. ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞാൽ ഒരു മന്ത്രം അനുസന്ധാനം, ഒരു തപസ് ചെയ്ത് ആ സിദ്ധി നമുക്ക് നേടിയാൽ അതിനെ സംരക്ഷിക്കാൻ നമ്മൾ വളരെയേറെ പാടുപെടേണ്ടി വരും. ഒരു പ്രസിഡന്റായിട്ട് എല്ലാവരും ഇലക്ട് ചെയ്തു സമുദായത്തിൽ. പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ അവന്റെ ചുമതല എത്രത്തോളം പ്രയാസമുള്ളതെന്ന് അറിയാം. എല്ലാവരും തൂക്കിയെടുത്ത് കസേര കൊണ്ടിരുത്തും. പിന്നെ അവൻ എന്തെല്ലാം ചെയ്യുന്നു നോക്കി എങ്ങനെ അവനെ കുറ്റപ്പെടുത്താം നോക്കിക്കൊണ്ടേയിരിക്കും. വളരെ പ്രയാസമാണ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ. എല്ലാത്തിനും ഭാരവാഹികളായിട്ടുള്ള എല്ലാവർക്കും കിട്ടുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ഈ തപസ്സുകൾ ഇരിക്കുന്ന സമയത്ത് അറിയാണ്ട് എന്തെങ്കിലും പ്രശ്നം വന്ന് അവര് അതിൽ നിന്ന് വ്യതിചലിച്ചു പോയാൽ ഈ സിദ്ധി അവരെ വിട്ട് ഇല്ലാതെ പോകും. ആ സിദ്ധിയാണ് ഉർവശി രംഗത്തിലോത്തമ എന്ന് പറയുന്നത്. അപ്പൊ കാരണം എന്താ? ഇവൻ തപസ് ചെയ്ത് ആ തപസ്സിനെ പൂർണ്ണമായിട്ട് ബലത്തിന് പോകുന്നത് വരെ അവൻ അതേ നിഷ്ഠയിൽ പോകണം. ചെറുതായിട്ടൊന്ന് വ്യതിചലിച്ചാൽ താഴോട്ട് പോകും. ഉദാഹരണം, പണ്ട് കാലത്ത് നമ്മളൊക്കെ വീട്ടിൽ കളിക്കുന്ന ഏണിയും പാമ്പും ഘട്ടം, സ്നേക്ക് ആൻഡ് ലാഡർ, അതൊക്കെയാണ് നമുക്ക് പറഞ്ഞു തരുന്ന ഒരുപാട് പാഠങ്ങളാണ്. ആ സ്നേക്ക് ആൻഡ് ലാഡർ ഉണ്ടെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ എടുത്ത് നോക്കൂ, ചെറിയ ചെറിയ ഏണിയായിരിക്കും. പാമ്പ് മാത്രം ഏറ്റവും വലുത്, അത് 98 കൊണ്ടിട്ട്, ബാക്കിയെല്ലാം കൊച്ചു കൊച്ചു പാമ്പുകളാണ്. 97 വരെ പോയി എന്ന് പറഞ്ഞാൽ ഏകദേശം ആ മോക്ഷത്തിന് അടുത്ത് വരെ പോയി. ഞാൻ ജയിച്ചു എന്നുള്ള അഹങ്കാരം വന്നാൽ ഒന്ന് വീഴും, 98 വീഴും, നേരെ കൊണ്ട് 0 കൊണ്ട് തള്ളും. എത്ര കണ്ട് ഉയർച്ചയിൽ പോകുന്നോ അത്ര കണ്ട് വീഴ്ചയായിരിക്കും അധപ്പതിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന താല്പര്യം. അഹങ്കാരം പാടില്ല എന്നുള്ളത് കാണിക്കുന്നതാണ് ആ സ്നേഹനാണ്. ഉയരുന്തോറും ഭവ്യത കൂടി വരണം. സാധാരണ അത് വരില്ല ലോകത്തിൽ. നേരത്തെ പറഞ്ഞ പോലെ പൈസയും കുറച്ച് എല്ലാം ഫേവറായിട്ട് വന്നാണെങ്കിൽ ഉടനെ അഹങ്കാരം വരുന്നതേ ചെയ്യും. അധികാരം, എന്തൊരു അധികാരം ധാരാളം നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതൊക്കെ നീക്കി എവിടെയെങ്കിലും ഇടിച്ച് നീക്കി, അതൊരു സംശയമില്ല. കാരണം അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും അത് ഇടിച്ച് നീക്കും. പക്ഷെ അഹങ്കാരം വരിക തന്നെ ചെയ്യും. ഈ സിദ്ധി ആണ് സിദ്ധി എന്ന് പറയുന്നത്. അങ്ങനെ നീ നിന്റെ കാര്യം നടത്താൻ വേണ്ടി എല്ലാവരും അയക്കുന്നുണ്ടല്ലോ, ഇത് എന്റെ ദേവന്മാരുടെ ആജ്ഞയാണ്, നീ ഇത് സമ്മതിച്ചേ പറ്റൂ. ഈ യാഗത്തെ നടത്തണം. ഗുരുവിന്റെ ആജ്ഞ ലംഘിക്കാൻ സാധിക്കാത്ത ഇന്ദ്രൻ നേരെ പോവും. യാഗശാലയിൽ പോയി നകുഷനോട് പറയും. നകുഷൻ നോക്കുന്നു, നാളെയാണല്ലോ യാഗം, നാളെ ഇന്ദ്രൻ ആക്കും. ഇന്നെന്തിനാ ഇന്ദ്രൻ വന്നത്? എന്തായാലും വന്ന സ്ഥിതിക്ക് അതിൽ സത്കാരമെല്ലാം ചെയ്ത് അയാളെ ആസനമൊക്കെ കൊടുത്തു. അപ്പോൾ ദേവേന്ദ്രൻ പറഞ്ഞു, നകുഷ, ഈ യാഗം നിർത്തണം, എനിക്കിതില് ഒട്ടും ഇഷ്ടമുള്ള താല്പര്യമില്ല. നകുഷൻ പറയും, ഞാൻ എല്ലാ ഏർപ്പാടും ചെയ്തു കഴിഞ്ഞു, നല്ല കാര്യത്തിനാണ് ചെയ്യുന്നത്, അതുകൊണ്ട് എന്തിനാണ് നിർത്തുന്നത്? എന്റെ ആജ്ഞയാണ്, നിർത്തണം എന്ന് പറയും. അപ്പൊ നകുഷനും ഭാഷയാവും, സാധിക്കില്ല, യാഗം നടക്കും, അത് നിർത്താൻ എന്നോട് ആവശ്യപ്പെടരുത് എന്ന് പറഞ്ഞു. പറഞ്ഞ ഇന്ദ്രൻ ദേവേന്ദ്രനല്ലേ? ദേവേന്ദ്രൻ നമ്മുടെ കൂടെ ജീവൻ, ഞാൻ എന്നുള്ള ഭാവം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ആവിർഭാവം സ്വീകരിക്കില്ല. ഈ ഒരു വാക്ക് പറഞ്ഞപ്പോൾ അതുവരെ മിണ്ടാതെ തന്റെ പണി മാത്രം ചെയ്തിട്ടുള്ള സമ്പർത്തൻ എന്ന പുരോഹിതൻ അപ്പ എണീറ്റു. ദേവേന്ദ്ര, നാളെ യാഗം നടക്കും, നിനക്കുള്ള ആകുലി ഞാൻ നൽകും, നീ വരും, അത് വാങ്ങും. ഇപ്പോ ഓ മനെ ദിനേശാന്ന് പറഞ്ഞവർ പറഞ്ഞു വിട്ടു. ദേവേന്ദ്രൻ അറിയാം മന്ത്രത്തിന്റെ വീര്യം, എല്ലാവർക്കും അറിയാം. നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു കഥ പറയുന്നതേ ഉള്ളൂ. അങ്ങനെ ദേവേന്ദ്രൻ പോയി ഇന്ദ്രലോകത്ത് പോയി അവരോടെല്ലാം പറഞ്ഞപ്പോൾ ബൃഹസ്പതിക്ക് ഇനിയും ദേഷ്യം കൂടി. ഇത്രയും പറഞ്ഞിട്ടും സമ്പർത്തിന് മനസ്സിലായില്ലെങ്കിൽ ഇന്ദ്രൻ എങ്ങനെ പോകുന്നു നോക്കാം എന്ന് പറഞ്ഞ് എല്ലാരും കൂടി ചേർന്ന് ഇന്ദ്രനെ ബന്ധനസ്ഥനായി, ഹൗസ് അറസ്റ്റ്, ഗരാവോ കഷ്ടം നടന്നു ദേവലോകത്ത്. ഇന്ദ്രനെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാം സിംഹാസനത്തിൽ എല്ലാ സിംഹാസനം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ദ്രൻ പോകാതെ. ഇവിടെ രാവിലെ ആയി, എല്ലാം അതിന്റെ പ്രാരംഭിക ഗണപതി പൂജയെല്ലാം കഴിഞ്ഞു, പീഠപൂജയെല്ലാം കഴിഞ്ഞു, ഹോമം തുടങ്ങാറായി. സമ്പർത്തൻ ആ ദർവിയിൽ നെയ്യെടുത്ത്
ഇന്ദ്രായ സ്വാഹ എന്ന് വിട്ട് ആ സ്വാഹാകാരം തീർന്ന് നെയ് അഗ്നിയിൽ വീഴുന്നതും സിംഹാസനം കൊണ്ട് ഇന്ദ്രനെ കാണാൻ. അത്ര ദേവന്മാരും നിൽക്കുകയാണ്, പിടിച്ചിട്ടിരിക്കുകയാണ്. ഇവരുടെ എല്ലാം ശക്തിക്ക് അതീതമായിട്ട് ഇവിടെ നോക്കുമ്പോൾ യാഗശാലയില് കൈയെത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ദ്രൻ. എന്തിനാണ് ഈ കഥ എന്ന് പറഞ്ഞാൽ ആ സ്വാഹ എന്ന മന്ത്രത്തിന് അത്ര പ്രാധാന്യമുണ്ടെന്നാണ്. സ്വാഹ എന്ന് പറഞ്ഞാൽ ദേവന്മാർക്ക് പോഷണീയം. സ്വാഹ തുല്യ ആവിർഭാവം കൊടുത്താൽ ദേവൻ സ്വീകരിച്ചേ പറ്റും. ഇഷ്ടമില്ല, നോന്ന് പറയാൻ സാധിക്കില്ല. അതേപോലെ തപസ് ചെയ്താൽ പ്രത്യക്ഷമായ അനുഗ്രഹം കൊടുത്തേ പറ്റും. അതുകൊണ്ടല്ലേ എല്ലാ അസുരന്മാരും വരം വാങ്ങുന്നത്. അവർക്കറിയാമല്ലോ ഈ വരം കൊടുത്തവൻ ചുമ്മാ ഇരിക്കില്ല. ഭസ്മാസുരൻ വരം വാങ്ങി ഞാൻ എന്ത് തൊട്ടാലും ഭസ്മമായി പോകണം. ശിവൻ കൊടുത്തു. അപ്പൊ ഒരു സംശയം, ഈ പറഞ്ഞ ശരിയാണോ? നേരെ ആദ്യം ശിവന്റെ കീഴ്ത്തന്നെ തലയിൽ തന്നെ വെക്കാൻ നോക്കി. അവസാനം ശിവൻ കിടന്നോട്ടോ വഴി അവസാനം മോഹിനി അവതാരം എടുത്ത് നൃത്തം ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് മോഹിനി കയ്യിലെടുത്ത് ഇങ്ങനെ വെച്ചപ്പോ ഭസ്മാസുരൻ അവൻ ആ നാട്യത്തിന്റെ രീതിയിൽ ആ സൗന്ദര്യത്തിൽ മയങ്ങിയാണ് ചെയ്യുന്നത്. അപ്പൊ അവന്റെ വരത്തിന്റെ കാര്യം മറന്നുപോയി എന്ന് പറയുന്നു. അപ്പൊ വരം കൊടുത്തേ പറ്റൂ. തൊടുന്നതെല്ലാം ഭസ്മമാകട്ടെ എന്ന് പറഞ്ഞാൽ നാശമാണെന്ന് അറിയാം. പക്ഷേ ആ തപസ്സിന്റെ ബലം കൊടുത്തേ പറ്റും താല്പര്യം. അതുപോലെ സ്വാഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് എഫക്ട് ഉണ്ടാകുന്ന അർത്ഥം. അങ്ങനെ എല്ലാ ഹോമങ്ങളിലും സ്വാഹ എന്ന ശബ്ദമായി ഇരിക്കുന്നവൾ ദേവി. അതാണ് സ്വത എന്നിരിക്കുന്ന ശബ്ദം ദേവി എന്നർത്ഥം. അതാണ് സ്വാഹായ നമഃ, സ്വതായ നമഃ. ദേവി മഹാത്മ്യത്തിൽ വരുന്നുണ്ട്. ത്വം സ്വാഹ ത്വം സുധ ത്വം ഹി പ്രഷക്ക അരസ്വരാത്മിക ബ്രഹ്മദേവൻ പ്രാർത്ഥിക്കുന്നില്ലേ? എല്ലാത്തിലും സ്വാഹാകാരമായിരിക്കുന്നവൾ നീ, സ്വതായിരിക്കുന്നവൾ നീ എന്ന് പറയുന്നു. അത് തന്നെ ലളിതാ സഹസ്രനാമത്തിലുണ്ട്, ഇത് തന്നെ ദേവി ഭാഗവതത്തിലുണ്ട്. എല്ലാം ഒന്ന് തന്നെ. ഏത് ഗ്രന്ഥം എടുത്താലും ഒന്നേ ഉള്ളൂ. അതിനെയാണ് വിശദീകരിക്കുന്നത്, അത്രയേ ഉള്ളൂ. സ്വതായ നമഃ, അമർത്യേ നമഃ, അവിദ്യാസ്വരൂപിണിയായ ദേവിക്ക് നമസ്കാരം. മായാശക്തിയാണ് അവിദ്യ. വിദ്യ അല്ലാത്തതല്ല അവിദ്യ. സത്യമായ വസ്തു എന്തെന്നുള്ള ഉണർവ് വിദ്യ, അതൊഴികെ ബാക്കിയെല്ലാം അവിദ്യ എന്നർത്ഥം. മേധാവി നമഃ, മേധാസ്വരൂപിണിയായ ദേവിക്ക് നമസ്കാരം. പ്രപഞ്ചത്തിലും മനുഷ്യരിലും ഉള്ള വിജ്ഞാന ശക്തിയാണ് മേധ. മേധ എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നർത്ഥം. എല്ലാ ജീവികളിലും ബുദ്ധിരൂപത്തിരിക്കുന്നവൾ ദേവി ആരെയും സംഭവിച്ചു ബുദ്ധിരൂപേണ സംസ്ഥിത. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ശ്രുത്യൈ നമഃ, ശ്രുതി എന്ന് പറഞ്ഞാൽ വേദം. വേദം എന്ന് പറഞ്ഞാൽ എന്താ? സത്യമായ വസ്തു എന്തെന്ന് പറഞ്ഞു തരുന്നത് വേദം. സത്യമായ വസ്തു എന്താണ്? ബ്രഹ്മം. നിങ്ങൾക്ക് ഇതൊന്നേ അറിയുള്ളൂ എന്ന് വിചാരിക്കരുത്. അത് ഒന്നേ ഉള്ളൂ. ഏത് ഗ്രന്ഥം എടുത്താൽ അതേ പറയാൻ പറ്റുള്ളൂ. ബ്രഹ്മമാണ് സത്യം, ബ്രഹ്മമാണ് സത്യം, ബ്രഹ്മൈവ സത്യം, ബ്രഹ്മൈവ സത്യം. ഇത് നമുക്ക് 10 പ്രാവശ്യമല്ല 10,000 പ്രാവശ്യം പറഞ്ഞാലും മനസ്സിൽ ഉറയ്ക്കണം. അതാരുടെ മനസ്സിൽ ഉറച്ചോ അവന് ദുഃഖം, കഷ്ടം ഒന്നും ഉണ്ടാവില്ല. ഒന്നും ഉണ്ടാവില്ല. അത് ഉറയ്ക്കണം. അത് ഉറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആണി അടിക്കുന്ന മാതിരി. ഒരടി അടിച്ച് നിർത്തുന്നല്ലോ. എത്ര അടിയാ കൊടുക്കുന്ന പാവം. എന്തിന്? ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി. അതാണ് നമ്മുടെ ഋഷികൾ വീണ്ടും വീണ്ടും ഇത് പറയുന്നർത്ഥം. ശ്രുത്യൈ നമഃ, സ്മൃത്യൈ നമഃ. സ്മൃതി, ശ്രുതി, സ്മൃതി, പുരാണം. ഇങ്ങനെയാണ്. ശ്രുതി എന്ന് പറഞ്ഞാൽ വേദം. സ്മൃതി എന്ന് പറഞ്ഞാൽ വേദത്തിലുള്ള വസ്തുക്കൾ എങ്ങനെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാം പറഞ്ഞത് സ്മൃതി. മനുസ്മൃതി എന്നൊക്കെയല്ലേ. അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അത്രയേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യാവൂ, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. നേരത്തെ പറഞ്ഞാൽ മതി വിഹിതം അവിഹിതം അല്ലെ. അവർക്ക് പോയി ഇങ്ങനെ ചെയ്യാവൂ, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇങ്ങനെ കാര്യങ്ങൾ അവിടെ ചെയ്യാവൂ, ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. വിളക്ക് കത്തിക്കുകയാണെങ്കിൽ ഇന്ന ദിശ നോക്കിയേ കത്തിക്കാവൂ, ഇന്ന ദിശ കത്തിക്കാൻ പാടില്ല. ഇതെല്ലാം പറഞ്ഞു തരുന്നതാണ്. അങ്ങനെ ശ്രുതിയും ദൈവം തന്നെ, സ്മൃതിയും ദൈവം തന്നെ. പുരാണം ഇതിലില്ല, അതായത് ഞാൻ പറയാം. വേദത്തിൽ പറഞ്ഞ വസ്തുക്കൾ പ്രാക്ടിക്കലായിട്ട് എങ്ങനെ ചെയ്യണമെന്ന് പരിചരിക്കുന്നത്, കഥാപൂർവമായി വർണ്ണിക്കുന്നത് പുരാണം. കഥയായിട്ട് പറഞ്ഞാലേ പുരാണമായിട്ട് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. സ്മൃത്യൈ നമഃ, സ്മൃതി രൂപത്തിലുള്ള ദേവിക്ക് നമസ്കാരം. സ്തുതി, സ്തുതി എന്ന് പറഞ്ഞാൽ സ്തോത്രം, അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ ദേവിയെ സ്തോത്രം ചെയ്യുന്ന സ്തോത്രവും ദേവി തന്നെയാണ്, ചെയ്യുന്ന ആളും ദേവി തന്നെയാണ്, ചെയ്യുന്ന സ്തോത്രവും ദേവി തന്നെയാണ്. ആരെയാണോ സ്തുതിക്കുന്നത് അതും ദേവി തന്നെയാണ്. അനുത്തമായ അത്യുത്തമമായ ശക്തി, അതിനേക്കാളും വലുതെന്ന് പറഞ്ഞ് ഒന്നില്ല. അത്യുത്തമമായ ശക്തിക്ക് ദേവി. പുണ്യകീർത്തിയ നമഃ, പുണ്യകീർത്തിയായ ദേവിക്ക് നമസ്കാരം. പുണ്യകീർത്തി എന്ന് പറഞ്ഞാൽ പുണ്യകർമ്മങ്ങളാൽ കീർത്തിക്കപ്പെട്ടവൾ. പുണ്യലഭ്യായ നമഃ, പുണ്യം കൊണ്ട് ലഭിക്കപ്പെട്ടവൾ ദേവി. പുണ്യം കൊണ്ട് ലഭിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾ കൊണ്ട് ദേവിയുടെ ആ സാന്നിധ്യം
ആ പ്രഭാവം നമുക്ക് കൂടുതൽ മനസ്സിലാക്കി താല്പര്യം അല്ലെ. എത്ര തന്നെ ആയാലും നമ്മൾ ദിവസവും വന്ന് കണ്ട് ഓരോ ദിവസവും ഓരോ അലങ്കാരം ചെയ്ത് ആ ഓരോ സമയത്തുള്ള ആ രൂപത്തെ നമ്മൾ മനസ്സിൽ ധ്യാനിച്ച് വരുമ്പോൾ നമുക്ക് കൂടുതൽ നമുക്ക് ഈശ്വരനുമായിട്ട് നമ്മൾ അടുപ്പമുണ്ടാകും. അതാണ് നമ്മുടെ പുണ്യധ്യാനമ പുണ്യശ്രവണ കീർത്തനായനമ. ചരിത്രങ്ങൾ കേൾക്കുന്നതും ഗുണങ്ങൾ ശ്രവിക്കുന്നതും പുണ്യമായ കർമ്മങ്ങൾ തന്നെയാണ്. കാരണം എല്ലാം ശ്രവണം, ആദ്യം അതാണല്ലോ ശ്രവണം, ആദ്യം ശ്രവണം പിന്നെ കീർത്തനം, അങ്ങനെ ഓരോന്നും ആ ഭക്തിയുടെ വഴികൾ പറയുന്നത്. പുണ്യശ്രവണ കീർത്തനം. പുലോമജാർച്ചിതായ്മ. പുലോമജ എന്ന് പറഞ്ഞാൽ ഇന്ദ്രന്റെ ഭാര്യയുടെ പേരാണ് പുലോമജ. ബ്രഹ്മഹത്യാപാപം ഭയന്ന് ഇന്ദ്രൻ താമരത്തിൽ ഒളിച്ചിരിക്കുകയും ആ ഇന്ദ്രനെ കാണാതായപ്പോൾ ഇന്ദ്രന്റെ പത്നി ഇന്ദ്രാണി ദേവിയെ ആരാധിക്കുകയും അങ്ങനെ ഇന്ദ്രനെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. കാണാതായ ഇന്ദ്രനെ തിരിച്ചു കിട്ടിയത് ദേവി ആരാധനയിലൂടെയാണ്. അതുകൊണ്ട് പുലോപജാർച്ചിതായിരമ, ഇന്ദ്രാണിയാൽ കുടിക്കപ്പെട്ടവൾ. ബന്ധമോചിനീയമ, ബന്ധങ്ങളിൽ നിന്നൊക്കെ നമ്മളെ മോചിപ്പിക്കുന്നവൾ. പദം കേട്ട അയ്യോ ഇപ്പൊ ദേവിയെ പോയി തൊഴുതോ ഇവിടെ ബന്ധങ്ങളൊക്കെ ഇല്ലാതാകുമോ എന്ന് പേടിക്കേണ്ട. അതല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ ബന്ധം എന്ന് പറഞ്ഞാൽ സംസാരത്തിലുള്ള നമ്മുടെ ആകാംക്ഷ. ജനിച്ച് വളർന്ന് മരിച്ച് വീണ്ടും ജനിച്ച് വളർന്ന് മരിച്ച് എത്ര ജന്മം എടുക്കും? പുനരഭിജനനം, മരണം, പുനരഭിജനനി, ജഡനേശയനം എന്ന് പറഞ്ഞ് ഈ സംസാരം ആകുന്ന ബന്ധത്തിൽ നിന്നും നമ്മളെ മോചിപ്പിക്കാന്ന് വെച്ചാൽ മിഥ്യായ ലോകത്തെ മിഥ്യായി മനസ്സിലാക്കി സത്യമായത് ബ്രഹ്മമാണെന്നുള്ള ഉണർവ് നമുക്ക് വന്ന് ആ ഉണർവിലൂടെ ഈ സംസാരത്തിൽ നമ്മളെ കരകയറ്റി മോക്ഷമാകുന്ന സാമ്രാജ്യത്തെ നമുക്ക് കൊടുക്കുന്നവൾ എന്നർത്ഥം. അതാണ് ബന്ധമോചിനീനമാ. ബർബരാളകൈ നമഃ. പാറിക്കളിക്കുന്ന കുറുനിരകളോട് കൂടിയവൾ. രൂപവർണ്ണന. ദേവിയുടെ ആ കിരീടത്തിനുള്ളിലുള്ള കുറുനിരകളെല്ലാം നാച്ചുറലായിട്ടുള്ളത്. നൂതനമായി കമ്പി ചുറ്റി പഠിപ്പിച്ചാൽ കറക്കി വിടുന്നതല്ല, നാച്ചുറലായിട്ടുള്ളതെന്ന് പറഞ്ഞു. വിമർശരൂപിണ്യേ നമഃ. വിമർശരൂപിണിയായ ദേവിക്ക് നമസ്കാരം. അന്ന് ദേവിക്ക് അതെല്ലാം ഉണ്ടായിരുന്നു, നമുക്കില്ലാത്തതുകൊണ്ട് നമ്മളത് ആർട്ടിഫിഷ്യലായി വരുത്തുന്നു, അത്രയേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല. അതൊരു ലക്ഷണം അഴക് തന്നെയാണ്. വിദ്യാലയ നമഃ. വിമർശരൂപിണിയായ ദേവിക്ക് നമസ്കാരം. ബ്രഹ്മത്തിൽ ലയിച്ചു കിടക്കുന്ന സ്പന്ദന ശക്തിയാണ് വിമർശ. അത് ബ്രഹ്മത്തിൽ ലയിച്ചു കിടക്കുന്നു, അടുത്ത സൃഷ്ടി തുടങ്ങുമ്പോൾ വീണ്ടും അത് ആക്റ്റീവായിട്ട് വരുന്ന അർത്ഥം. വിദ്യായ നമഃ. വിദ്യാസ്വരൂപിണി. വിദ്യാസ്വരൂപിണി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാണ സത്യം വിദ്യ. ആ ഉണർവ് വന്നവന് ലഭിക്കുന്നത് മോക്ഷം, മോഹക്ഷയം, മോക്ഷം. മോക്ഷം എന്ന ഉടനെ ഞാൻ ഇത് പറയും. മോക്ഷം കിട്ടണമെങ്കിൽ മോഹം ഇല്ലാതാവണം. ഒരു ശക്കലം പോലും മോഹം പാലിക്കണം. ഇത്തിരി മോഹമുണ്ടെങ്കിലും അത് അനുഭവിക്കാൻ വേണ്ടി ഒന്നുകിൽ ജീവൻ തുടരും, അല്ലെങ്കിൽ ഒന്നുകൂടി ജനിക്കും. യാതൊരു സംശയവും. വീരാതി ജഗത്പ്രസുവേനമ. ആകാശാദി പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നവൾ ദേവി. പഞ്ചഭൂതങ്ങളും ദേവിയുടെ സത്യത്തിനാണ്. പഞ്ചഭൂതങ്ങളായിരിക്കുന്നതും ദേവി തന്നെയാണെന്ന് നമുക്കറിയാം. സർവവ്യാധി പ്രശമന്യനമ. എല്ലാ വ്യാധികളെയും ഇല്ലാതാക്കുന്നവൾ ദേവി. സാധാരണ പ്രത്യേകം ഓരോരോ രോഗങ്ങൾക്ക് ഓരോ ദേവി പൂജ ഉണ്ടെന്നൊക്കെ കൽപ്പത്തിൽ പറയുന്നുണ്ട്. ഇവിടെ വ്യാധി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കേണ്ടത് ഈ സംസാരം. ഞാനിന്ന് അനുഭവിക്കുന്ന എല്ലാ വസ്തുക്കളും എന്ന് എനിക്കുണ്ടാവും, അല്ലെ? എന്ന് ഞാൻ ഇങ്ങനെ ഇരിക്കും, ഈ റോളക്സ് വാച്ച് കെട്ടിക്കൊണ്ട് എന്ന് നടക്കും, ഞാൻ BMW എന്നും പോകും, ഇങ്ങനെയൊക്കെ സാധാരണ എല്ലാവരും ധരിക്കുന്നത്. പക്ഷെ എന്ന് നമുക്ക് നടക്കൂ? ഏത് കാര്യവും നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും എന്തായാലും ശരി, ഒന്ന് മാത്രം നമ്മൾ നിശ്ചയിക്കണം. ഒന്നുകിൽ അത് നമ്മളെ വിട്ട് പോകും, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഉപേക്ഷിച്ച് പോകും. അത്രയേ ഉള്ളൂ. അപ്പൊ എന്താ അനുഭവിക്കുന്ന സമയത്ത് ഈശ്വരാനുഗ്രഹം കൊണ്ട് ഇപ്പൊ കിട്ടിയെന്നുള്ള സന്തോഷത്തിൽ അങ്ങനെ ഇരിക്കണമെന്നല്ലാതെ ഇതാണ് എനിക്ക് കിട്ടിയെന്നുള്ള അഹങ്കാരത്തോടുകൂടി എന്നും കിട്ടുമെന്നുള്ള ചിന്തയിൽ ഇരിക്കരുത്. താല്പര്യം അതാണ് മായ. 25 തത്വത്തിൽ താഴെ ഇരിക്കുന്ന സത്യം എന്ന് വിശ്വസിക്കുന്ന അർത്ഥം. ആ വ്യാധിയെ ഇല്ലാതാക്കുന്നവൾ ദേവി.
വ്യാധി എന്ന് പറഞ്ഞാൽ അസുഖം എന്ന് അർത്ഥമുണ്ട്. അസുഖങ്ങൾ ഇല്ലാതാക്കുന്നവൻ അർത്ഥം എടുക്കാം, തെറ്റില്ല. കാരണം പല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ദേവിയെ പ്രാർത്ഥിച്ചു, പലരും നടക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ധാരാളം നടക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം ഇത്ര ധാര വയ്ക്കുന്നു, അല്ലെങ്കിൽ ഇത്ര, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 12 വെള്ളിയാഴ്ച ഒരു സ്വയം പ്രാർത്ഥന ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ പ്രയാസങ്ങൾ മാറി കിട്ടുന്നു, ആവശ്യങ്ങൾ നടത്തുന്നുണ്ട്, ഇല്ലെന്ന് പറഞ്ഞില്ല. അപ്പോഴേ നമുക്ക് ആത്മീയമായ അർത്ഥം കൊടുക്കുമ്പോൾ വ്യാധി എന്ന് പറഞ്ഞാൽ ഈ സംസാരമാകുന്ന വ്യാധിയെ ഇല്ലാതാക്കുന്നവൾ. സർവമൃത്യു നിവാരണീയമായ എല്ലാ മരണങ്ങളെയും ഇല്ലാതാക്കുന്നവൾ. ഒരുപാട് മരണമുണ്ടോ? ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന ശരീരത്തിന് മാത്രമാണ് മരണം. ശരീരം ഇരിക്കുമ്പോൾ തന്നെ മരണം സംഭവിക്കാം. എങ്ങനെ? കണ്ണിന്റെ കാഴ്ച പോയാൽ കണ്ണിന്റെ മരണം, ശ്രവണശക്തി പോയാൽ അതിന്റെ മരണം, കൈകാലുകൾ അനക്കാൻ പറ്റാതെ പോയാൽ കൈകാലുകളുടെ മരണം, മസ്തിഷ്ക മരണം പറയുന്നില്ല, ഇപ്പോൾ അത് പോയി, ബ്രെയിൻ പോയി, മരണം. പക്ഷെ ആള് മരിച്ചിട്ടില്ല, ജീവനുണ്ട്. പക്ഷെ ഇങ്ങനെ പലവിധമായ മരണങ്ങളുണ്ട്. ഇങ്ങനെ എല്ലാവിധമായ മരണങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നു എന്ന് വാക്യാർത്ഥം. ആത്മീയമായ അർത്ഥം എന്ന് പറഞ്ഞാൽ എല്ലാവിധ മരണം എന്ന് പറഞ്ഞാൽ പല ജന്മങ്ങളെടുത്ത് പല മരണങ്ങൾ സംഭവിക്കാനുള്ള ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മളെ മാറ്റി ഇനിയൊരു ജന്മം മരണം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇനിയൊരു ജന്മം ഉണ്ടാകാതിരിക്കണം, ഇനിയൊരു ജന്മം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ മോക്ഷം കിട്ടണം. അതിനെ നൽകുന്നവൾ ദേവി. ഇതാണ് പദത്തിന്റെ അർത്ഥം. സർവമൂർത്തി നിവാരണീയ മഹാ, അഗ്രഗണ്യായ മഹാ, ആദ്യമേ ഉള്ളവൾ. എന്ന് മുതൽ ഉണ്ടായി എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. നമുക്ക് പറയാം എന്നുമുണ്ടായി 95-1955 എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എനിക്ക് പറയാം. ദേവിക്ക് അതൊന്നും പറയാനൊന്നും പറ്റില്ല. അതുകൊണ്ട് അപ്പുറത്ത് എഴുതാൻ സാധിക്കില്ല. ദിസ് ഇയർ ടു ദിസ് ഇയർ എഴുതാനും പറ്റില്ല. ആദ്യം അന്തവും ഇല്ലാത്തതാണ് ദേവി നന്ദ. അചിന്യ രൂപായ നമഃ, ചിന്തിക്കാൻ പറ്റാത്ത രൂപത്തോട് കൂടിയവൾ. ചിന്തിക്കാൻ പറ്റാത്ത രൂപം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. കാലി കാമാക്ഷി എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും, മധുര മീനാക്ഷി എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും, കയറിക്കാരൊന്നുമില്ലാതെ അത് മീനാക്ഷി എന്ന് പറഞ്ഞാൽ കയറിത്താത്ത, ഇതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന രൂപമല്ലേ? എന്തുകൊണ്ട് ഈ പദം അവിടെ വന്നു? ഞാൻ ആദ്യമേ പറഞ്ഞു, ചില പദങ്ങളെല്ലാം സാധാരണ നമ്മൾ പൂജിക്കുന്ന ആ ദേവി സ്വരൂപത്തെ പറയുന്നത്, ചില പദങ്ങളെല്ലാം അതിനതീതമായ ബ്രഹ്മത്തെ പറയുന്നതാണ്. എന്തുകൊണ്ട് ബ്രഹ്മത്തെ ചിന്തിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ, രൂപമുണ്ടെങ്കിലേ ചിന്തിക്കാൻ സാധിക്കൂ. രൂപമില്ല, നിറമില്ല, മണമില്ല, രൂപമില്ല. അതാണ് ബ്രഹ്മം. അസന്ദർശിയത്തിട്ടതി രൂപമസ്യ ചക്ഷുഷാ പശ്യതി കഷ്ടനീന. ഞാൻ ഫസ്റ്റ് ക്ലാസ് ഇത് ദിവസമേ പറഞ്ഞത്. ഇലക്ട്രിസിറ്റി പോലെ അല്ലേ? കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. ലൈറ്റ് കാണാം, ഇലക്ട്രിസിറ്റിയെ കാണാൻ നമുക്ക് പറ്റൂല. അതിന് ശബ്ദം കേൾക്കാനും പറ്റൂല. അതെങ്ങനെയായിരിക്കും? കാണുന്ന നോക്കാൻ പറ്റുമോ? പറ്റൂല. പക്ഷെ രുചി ഉണ്ടോ? നക്കി നോക്കാൻ പറ്റുമോ? അതുമില്ല. തൊട്ട് നോക്കിയാലോ പറയാൻ വരാം. അപ്പോ ശബ്ദ സ്പർശ രൂപരസ ഗന്ധം എന്ന പഞ്ച തന്മാത്രയോടുകൂടി പ്രവർത്തിക്കുന്ന കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നുള്ള ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്തതാണ് ബ്രഹ്മം. അതിനൊരു എക്സാമ്പിൾ ഞാൻ ഇലക്ട്രിസിറ്റി ബ്രഹ്മം എന്ന് ഞാൻ പറയുന്നില്ല, നമുക്ക് അറിയാൻ വേണ്ടി പറയുന്നതാണ്. പക്ഷെ അതുണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കുന്നു? ത്രൂ ഡിവൈസ്. ഇപ്പൊ കറണ്ട് പോയ എല്ലാം ഇരുട്ടായില്ലേ, എല്ലാം നിന്നു. പക്ഷെ ഇതെല്ലാം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് ഈ ഡിവൈസ് മൂലം. അതേപോലെ ആ ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള രൂപങ്ങളാണ് ഇതെല്ലാം. ഇതിനെ ചിന്തിക്കാം, ബ്രഹ്മത്തെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. നമ്മുടെ ചിന്തിക്കെല്ലാം അതീതമാണ്. കാരണം ചിന്തിക്കാൻ പറ്റുക പറഞ്ഞാൽ രൂപമില്ലാത്തത് അർത്ഥം. അചിന്യ രൂപായ നമഃ. കലികൽമഷനാശിനീയമായ, കലിയുഗത്തിലെ പാപങ്ങൾ അകറ്റുന്നവൾ ദേവി. കലിയുഗത്ത് പാപകർമ്മങ്ങൾ ധാരാളം ഉണ്ടാകും, അസുഖങ്ങൾ ധാരാളം ഉണ്ടാകും, ഭക്തി ധാരാളം വർദ്ധിക്കും. സംശയമേ വേണ്ട. ഞാനൊക്കെ എന്റെ ചെറിയ പ്രായത്തിലെല്ലാം അമ്പലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആരെങ്കിലും ഒരു വയസ്സായ ഒരു 3-4 പേര് കാണും. ഞാൻ തന്നെ കൊണ്ടത് അമ്മ നിർബന്ധിച്ച് കൊണ്ടുപോകണമെന്നാണ്, താല്പര്യം ഉണ്ടായിട്ടല്ല. ഇന്നോ ആപാലവൃദ്ധ ജനങ്ങളും അമ്പലത്തിലാണ്. ഏത് അമ്പലത്തിൽ നോക്കിയാലും തിരുവനന്തപുരത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും ആരുമേ കാണില്ല. ഞാൻ ചെറുപ്പത്തിലൊക്കെ അച്ഛൻ പുരോഹിതനായതുകൊണ്ട് ഈ സമയത്ത് ചുള്ളി കുറയ്ക്കാനായിട്ട് പോകും ഉച്ചയ്ക്ക്. അവർ രാവിലെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസത്തേക്ക് ഉച്ചയ്ക്കാണ് പോകുന്നത്. പേടിയായിരിക്കും, ഒറ്റ മനുഷ്യർ കാണില്ല. ഇന്ന് അമ്പലത്തിൽ തൊഴണമെങ്കിൽ 1.5 മണിക്കൂർ ക്യൂ നിൽക്കണം. നല്ലതാണ്. പണ്ടിരുന്ന ക്ഷേത്രത്തിൽ എത്രയോ ഉയർച്ചയിലായി.
എത്ര പേർക്ക് അന്നദാനം കൊടുക്കുന്നത്? അപ്പോ ആളുകൾ വന്നാലല്ലേ കാര്യം നടക്കുള്ളൂ. വന്നാൽ മാത്രം പോരാ, അതിന്റെ രീതിയിൽ ആളുകളെല്ലാം അവിടെ കലികാലത്ത് ഇതെല്ലാം ഉണ്ടാകും എന്ന് പറയുന്നു. ഇവിടെ കലിയുഗത്തില് ഉണ്ടാകുന്ന കഷ്ടങ്ങളും പാപങ്ങളും ഇല്ലാതാക്കുന്നവൾ ദേവി എന്നർത്ഥം. കലി എന്ന് പറഞ്ഞാൽ കലിയുഗം മാത്രമല്ല, കലി എന്ന വാക്കിന് അജ്ഞാനം എന്നർത്ഥം. എന്റെ ദൗത്യം എന്താന്ന് വെച്ചാൽ ഇതിന്റെ ശരിയായ ആ ഒരു ആത്മീയ അർത്ഥവും കൂടി നമുക്ക് ഇത് മനസ്സിലാക്കണം. കലി എന്ന് പറഞ്ഞാൽ അജ്ഞാനം. അജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ പറഞ്ഞ മാതിരി വെളിച്ചമില്ലാത്ത അവസ്ഥയ്ക്ക് ഇരുട്ട്, ജ്ഞാനമില്ലാത്ത അവസ്ഥ അജ്ഞാനം. ജ്ഞാനം എന്താണ്? പരമോണ സത്യം എന്നുള്ളതാണ്. അതിനെ നമുക്ക് നൽകുന്നവൾ ദേവി. അതാണ് കലികൽമഷനാശിനീനമ കാലഹന്ത്രീന കാത്യായിനീനമ. കാത്യായന ദേവിക്ക് നമസ്കാരം. ദേവിയുടെ ഒരു പര്യായ പദം. കാലഹന്ത്രീനമ കാലസംഹാരിണ ദേവിക്ക് നമസ്കാരം. അവസാന കാലത്ത് സംഹരിക്കുന്നതും ദേവി തന്നെയാണല്ലോ. സത്യകർത്തൃ ഗോവിന്ദരൂപ എന്ന് പറഞ്ഞ മാതിരി സംഹാരണ രൂപ ദേവി തന്നെയാണ്. കമലാക്ഷ വിഷയവിതായ നമഃ. കമലാക്ഷൻ എന്ന് പറഞ്ഞാൽ വിഷ്ണു, താമരക്കണ്ണൻ, വിഷ്ണുവിനാൽ സേവിക്കപ്പെട്ടവൾ. താമ്പൂലപുരിത മുഖ്യ നമഃ. വെറ്റിലെ നിറഞ്ഞ വായോട് കൂടിയവൾ. ദേവിയുടെ വായിൽ നിന്നുമുള്ള ദിവ്യ താമ്പൂലം അല്പം തെറിച്ചു വീണ ഉടനെ മുക്തനായ ബ്രാഹ്മണൻ മഹാകവിയായി. അതാണ് മൂകപഞ്ചശരി. മൂകപഞ്ചശരിയുടെ ഗ്രന്ഥമുണ്ട്. കാഞ്ചി മഠത്തിന്റെ 20ാമത്തോ 21ാമത്തോ ആചാര്യനാണ് ഈ മൂകകവി. അദ്ദേഹം ജനിച്ചപ്പോൾ തന്നെ മൂകനാണ്, സംസാരിക്കില്ല. അവസാനം എങ്ങനെയോ കാഞ്ചി ക്ഷേത്രത്തിൽ വന്ന് വീണു. അവിടെ ഇരുന്ന് ഇങ്ങനെ കേട്ട് 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 ഒരു ദിവസം പെട്ടെന്ന് അദ്ദേഹത്തിന് ഇതുണ്ടായി. ദേവിയെ കുറിച്ച് 500 ശ്ലോകം, അതാ പഞ്ചശതി ജയിച്ചു. ഈ 500 ശ്ലോകവും അർത്ഥത്തോടെ പഠിപ്പിച്ച് ഞങ്ങൾ 56 പേര് കാഞ്ചിമഠത്ത് പോയി പാരായണം ചെയ്ത് 2-3 മാസം മുമ്പ്. ഓൺലൈൻ ക്ലാസ്സാണ്. 1.5 വർഷം എടുത്ത് അത് പഠിക്കാം. ഇങ്ങനെ ഒരു സിദ്ധി ആ കവിക്ക് ഉണ്ടായത് കൊണ്ട് മഠത്തിന്റെ 60ാമത്തെ ആചാര്യനായിട്ട് അദ്ദേഹത്തെ നിയമിച്ചു. ഇത് പറഞ്ഞത് ആ ദേവിയുടെ വായിലുള്ള താമ്പൂലം തെറിച്ച് ഈ മുഖത്തിന്റെ മുഖത്ത് വീണത് കൊണ്ട് അവനെ കിട്ടിയെന്നുള്ളതാണ് പുരാണത്തിൽ പറഞ്ഞ കഥ. ഇത് യഥാർത്ഥത്തിൽ നടന്നോ ഇല്ലയോ എന്നുള്ളതല്ല. അങ്ങനെ മൂകകവിയിൽ ഒരാൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കാഞ്ചിമഠത്തിന്റെ ആ ചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം രചിച്ചതാണ് മൂകപഞ്ചശരി. ദാരിമി കുസുമപ്രിയായ മാതളപ്പൂവിന്റെ കാന്തിയുള്ള ദേവിക്ക് നമസ്കാരം. കായില്ലാത്ത പൂക്കൾ മാത്രം ഉണ്ടാകുന്ന ഒരുതരം മാതളമാണ് ദാടിമം. നമ്മുടെ സാധാരണ മാതളപ്പഴമല്ല. മൃഗാക്ഷീണ മാൻപേടയോട് പോലുള്ള മനോഹരമായ കണ്ണുകളോട് കൂടിയവൾ. മാനിന്റെ കണ്ണ് വളരെ മനോഹരമായ കണ്ണാണ്. അത് മൊത്തം അത് എപ്പോഴും വളരെ സൂക്ഷ്മമായിട്ട് നോക്കിക്കൊണ്ടേയിരിക്കുന്നു. കാരണം എല്ലാ മൃഗങ്ങളും വേട്ടയാടുന്നത് മാനിനെയാണ്. 2 കാരണം. ഒന്ന്, മാനിന്റെ ഇറച്ചിയുടെ സ്വാദ് വളരെ കൂടുതലാണ്. രണ്ടാമത്, വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒന്നാണ് മാൻ. അപ്പൊ മൃഗങ്ങൾക്ക് ഇതൊരു വിനോദമാണ്. വേഗം ഓടിച്ചിട്ട് അതിന്റെ പുറകെ പിന്തുടർന്ന് അതിനെ കൊല്ലുക. അതുകൊണ്ട് എപ്പോഴും സൂക്ഷ്മമായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അതേപോലെ സദാ സർവനാഴി ലോകങ്ങളെ രക്ഷിക്കാനായിരിക്കുന്നത് കൊണ്ടും ആ അർത്ഥം പറയാം. മാൻ പോലെ, മൃഗത്തിലെ പോലെ അക്ഷിയുള്ളവൾ. മോഹിനീയന, ലോകത്തെ എല്ലാം മോഹിപ്പിക്കുന്നവൾ ദേവി. മായയായതുകൊണ്ട് മോഹിപ്പിക്കുന്നു. ആ മായയുടെ മോഹം കൊണ്ടാണ് നമ്മളെല്ലാം. എന്തിനാ ദേവി നമ്മളൊക്കെ ഇങ്ങനെ മോഹിപ്പിക്കുന്നത്? ഇതാണല്ലോ സുരതൻ ചോദിക്കുന്നത്. സുരതനും വൈശ്യനും എന്തിനായി ദേവി എല്ലാവരെയും മോഹിപ്പിക്കുന്നത്? ആരാണ് ഈ ദേവി? സനാതനം, യോനിജയ അയോനിജയ എന്നുണ്ടായി ചോദിക്കുമ്പോഴാണ് ആ ഓരോ അസുരന്മാരുടെ മതത്തിലെ കഥകളൊക്കെ സുമേഷ് മഹർഷി പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് ദേവി മഹാത്മ്യം. നവരാത്രിക്ക് ഒരു പ്രോഗ്രാം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദേവി അനുഗ്രഹിക്കെങ്കിൽ ഇതേ വേദിയിൽ ആ ദേവി മഹാത്മ്യം 700 ശ്ലോകവും ഇതുപോലെ അർത്ഥം പറയും. ഒറ്റ ദിവസം ഏകദിനയജ്ഞമാണ്. രാവിലെ 8 മണിക്ക് തുടങ്ങിയാൽ 12 മണിക്ക് തീരും. ഒരു അനുവാദം അമ്മമാർ വായിക്കും, ഞാൻ അതിൻ്റെ ഭാഷയിൽ പറയും. അതിൽ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വരും. ദേവി മഹാത്മ്യത്തിന് മുഴുവൻ കഥകൾ. ദേവി ഭാഗവതത്തിന്റെ ഇഷ്ടമാണ് ദേവി മഹാത്മ്യം. മൃഗാക്ഷീണമ മോഹിന്യനമ മുഖ്യായ നമഃ. ആദിപരാശക്തി.
എൻ ദേവിക്ക് നമസ്കാരം. മുഖ്യ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ്, പ്രധാനം. അതിനേക്കാളും പ്രധാനമൊന്നുമില്ല, ബ്രഹ്മമാണ് പ്രധാനം എന്നർത്ഥം. മൃളാനി നമഃ. മൃളം എന്ന് പറഞ്ഞാൽ പരമേശ്വരൻ. മൃളാനി എന്ന് പറഞ്ഞാൽ പരമേശ്വരന്റെ ശക്തി എന്നർത്ഥം. മിത്രരൂപിണ്യേ നമഃ. മിത്രരൂപിണിയായ ദേവിക്ക് നമസ്കാരം. മിത്രം എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്നർത്ഥമുണ്ട്. മിത്രം എന്ന് പറഞ്ഞാൽ സ്നേഹിതൻ എന്നർത്ഥം. രണ്ടർത്ഥമുണ്ട്. സൂര്യരൂപിണി എന്താ? സൂര്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതല്ല ആത്മാവ്, ഓർമ്മിച്ചോണം. എല്ലാ ശരീരത്തിലും ആത്മസ്വരൂപമായിരിക്കുന്നവൾ ദേവി. അതാണ് മിത്രസ്വരൂപിണി എന്ന് പറയുന്നത്. നിത്യതൃപ്തായ നമഃ. സദാ സമൃദ്ധിയായ ദേവിക്ക് നമസ്കാരം. നിത്യ എന്നാൽ ആനന്ദം എന്നർത്ഥം. സ്വന്തം ആനന്ദത്താൽ തൃപ്തി അടയുന്നവൾ ദേവി. ഏറ്റവും നമുക്ക് എല്ലാ നന്മകളും ചെയ്യുന്നതും എല്ലാ കഷ്ടങ്ങളും ഉണ്ടാകാതെ നോക്കുന്നതുമായ ഒരു സ്വഭാവവിശേഷമാണ് തൃപ്തി, സാറ്റിസ്ഫാക്ഷൻ. അല്ലെ? നമുക്ക് എന്തുണ്ടോ അത് മതി. When I have not what we like, we must like what we have. എന്നൊരു proverb ഉണ്ട് ഇംഗ്ലീഷിൽ. നമ്മൾ ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയതിനെ ആഗ്രഹിക്കുക. പറഞ്ഞാൽ മതി. ഈ ലോകത്തെ ഏറ്റവും വലിയ കാർ എന്തിനാണ്? മാരുതി ആൾട്ടോ 800. അങ്ങനെ ഞാൻ എനിക്കതേ ഉള്ളൂ. ഇപ്പോഴതും ഇല്ല. അത് പറഞ്ഞാൽ എനിക്ക് എന്തുണ്ടോ അത് നമ്മൾ തൃപ്തിപ്പെടണം. അങ്ങനെ ഒരു സ്വഭാവവിശേഷം വന്നാൽ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും നമുക്ക് ഒഴിവായി കിട്ടും. എപ്പോഴും നമ്മൾ എന്താണ്? നമ്മളെക്കാളും ഉയർന്ന് നോക്കിയിരിക്കണം. ഞാൻ എൻ്റെ ഭാര്യയും ജോലി, അടുത്ത വീട്ടിൽ അവനും എൻ്റെ ഭാര്യയും ജോലി, അവർ തന്നെ 2 കാർ വാങ്ങിച്ചു കഴിഞ്ഞു. നമ്മൾ 15 വർഷം മുമ്പ് ഇതേ വെച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അതിനുവേണ്ടിയുള്ള പരക്കം പാച്ചിൽ, അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ ഉള്ള ഒരു ഈർഷ, അസൂയ, അത് പിന്നെ ഏതെങ്കിലും രീതിയിൽ അവരുമായിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ വലിയ വഴക്കായി പോകും. ഇതിനെല്ലാം കാരണം എന്താണ്? ഈ അതിർത്തി. അവിടെ ഉണ്ട് എനിക്കില്ല, എനിക്കിതുകൊണ്ട് മതി, എനിക്കിത് മതി. ഏറ്റവും ഭാഗ്യമായത് ഇതാണ്. ഇന്നലെ പറഞ്ഞ പോതുമെന്റെ മനമേ പൊച്ചയും മരുന്ന് എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ഔഷധം, മനസ്സിനുള്ള ഔഷധം എന്താണെന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ, മതി എന്നുള്ള അർത്ഥം. ആ തൃപ്തിയോട് കൂടിയവൾ ദേവി എന്ന് പറഞ്ഞാൽ ദിവസവും ഒന്ന് ദേവിയെ തൊഴുതുകൊണ്ട് മാത്രം കാര്യമായില്ല. നമ്മുടെ മനസ്സിൽ ആ തൃപ്തി എന്നുള്ള സ്വഭാവവിശേഷം വളർത്തിയെടുക്കണം. തീർച്ചയായിട്ടും വളരെ ഭക്തി ആത്മാർത്ഥമായിട്ട് കാണിച്ചാൽ നിത്യതൃപ്തായ എന്നും തൃപ്തിയായിരിക്കുന്നവൾ ദേവി. അതിർത്തിയേ ഇല്ല ദേവി, എന്നും തൃപ്തിയായിട്ടുള്ളവൾ. ചില ദിവസം ദീപാരാധനയ്ക്ക് 50 പേര് കാണും, ചില ദിവസം ആരുമേ കാണൂല്ല. ആ ദീപാരാധന കാണിക്കുന്ന പോറ്റി മാത്രം കാണും. അപ്പൊ ദൈവം ഒന്നും പറഞ്ഞു സ്വീകരിക്കും. എന്ത് ചെയ്താലും തൃപ്തിയാണ്, എന്ത് കൊടുത്താലും തൃപ്തിയാണ്. ആരെന്ത് കൊടുത്താലും കൈയോ മാതയോ വർജിതായും ഒന്നും സ്വീകരിക്കുകയുമില്ല, ഒന്നും തിരസ്കരിക്കുകയുമില്ല. എന്ന് പറഞ്ഞാൽ ഈശ്വര സ്വരൂപം നിത്യതൃപ്തം എന്ന് പറഞ്ഞാൽ ഈശ്വരനെ മനസ്സിലാക്കണമെങ്കിൽ മനസ്സിൽ തൃപ്തി എന്നുള്ള ആ സ്വഭാവവിശേഷം വരണം നോക്കാം. ഭക്തനിധയേ നമഃ. ഭക്തന്മാരുടെ നിധിയായ ദേവി. നമ്മുടെയൊക്കെ നിധി പ്രഷറാണ് ദേവി. കാരണം എന്താ? ആ ഉപാസനയിൽ നിന്നുമാണ്, ആ ദേവിയിൽ നിന്നുമാണ് നമുക്ക് എല്ലാം ലഭിക്കുന്നത്, നമുക്കെല്ലാം നമ്മൾ അനുഭവിക്കുന്ന എല്ലാം ദേവിയുടെ അനുഗ്രഹം കൊണ്ട് എന്നുള്ള ചിന്ത വരുമ്പോൾ നമ്മുടെ നിധി തന്നെയല്ലേ അത്. ആ ചിന്ത ഇരിക്കുന്നത് കൊണ്ട് എന്ത് ഗുണം എന്ന് ചോദിച്ചാൽ നമുക്ക് നാൾക്ക് നാൾ അഭിവൃദ്ധിയും ഉണ്ടാകും. അതേസമയം ഒരിക്കലും അത് കുറയത്തുമില്ല. ആ വിചാരമുള്ളപ്പോ എന്ത് ചെയ്താലും ഈശ്വരാനുഗ്രഹം കൊണ്ട് കിട്ടിയതാണോ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്നുള്ള ഭാവം അവിടെ കുറഞ്ഞു വരും, അഹങ്കാരം കുറഞ്ഞു വരും. നിയന്ത്രണ എല്ലാത്തെയും നിയന്ത്രിക്കുന്നവൾ ദേവി. പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നവൾ ദേവി. കാരണം വേണം, ഒരു കൺട്രോൾ വേണമല്ലോ. എല്ലാത്തിനെയും നിയന്ത്രിച്ച് നിർത്തുന്നത് ദേവി സ്വരൂപം. നിഖിലേശ്വര്യ നമഃ. എല്ലാവരുടെയും ഈശ്വരി എന്ന് പറഞ്ഞാൽ ബ്രഹ്മം. എല്ലാവരുടെയും ഈശ്വരി എന്ന് പറഞ്ഞാൽ എല്ലാ ദേവന്മാർക്കും ദേവനായിരിക്കുന്നവൾ. മൈത്രാദി വാസലാലഭ്യാനമ. മൈത്രി മുതലായ ഭാവനകളാൽ ലഭ്യമായ ദേവിക്ക് നമസ്കാരം. സുഖികളിൽ മൈത്രി, ദുഃഖിതകളിൽ കരുണ. ഈ സ്വരൂപമായിരിക്കുന്നവൾ ദേവി എന്ന് പറഞ്ഞാൽ ആ നമ്മുടെ സന്തോഷമായാലും ശരി, സങ്കടമായാലും ശരി, എല്ലാ സമയത്തും നമ്മളെ ചേർത്ത് പിടിച്ച് രക്ഷിക്കുന്നത് ഈശ്വര സ്വരൂപം. മഹാപ്രളയ സാക്ഷിണ്യേ നമഃ. മഹാപ്രളയം
കലിയുഗ അവസാനം വരുമ്പോൾ മഹാപ്രളയം ഉണ്ടാവും. ആ പ്രളയത്തെ താണ്ഡവ നൃത്തം നടക്കുന്ന സമയത്ത് അതിന് സാക്ഷിയായിരിക്കുന്നവൾ ദേവി നൃത്തം. പരസ്യ ശക്തി നമഃ. പരാശക്തിയായ ദേവിക്ക് നമസ്കാരം. പരമമായ ശക്തി ബ്രഹ്മം. പരായി നിഷ്ഠായ നമഃ. പരമമായ ലക്ഷ്യം മോക്ഷപ്രാപ്തി. അത് നൽകുന്നവൾ ദേവി. മോക്ഷപ്രാപ്തിയായിരിക്കുന്ന മോക്ഷസ്ഥാനമായിരിക്കുന്നവൾ ദേവി ബ്രഹ്മം. പ്രജ്ഞാനകര രൂപിണ്യേ നമഃ. കട്ടപിടിച്ച പൂർണ്ണജ്ഞാനം. കട്ടപിടിച്ച പൂർണ്ണജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിചാരം ഉറച്ചു കഴിഞ്ഞാൽ എന്ത് പ്രയാസപ്പെട്ട ആരെന്ത് ചെയ്താലും അതിനെ ഇളക്കാൻ സാധിക്കുകയില്ല. ചില തീരുമാനം എടുത്തതാണ്, ആര് പറഞ്ഞാലും കേൾക്കൂല. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ബ്രഹ്മമാണ് സത്യം എന്നുള്ള ഉണർവ്, അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല. മാതീപാന രസായന. ദ്രാക്ഷാരസം സേവിച്ച് ആലസ്യത്തോടിരിക്കുന്ന ദേവിക്ക് നമസ്കാരം. മത്തായി നമഃ. മത്തായിരിക്കുന്നവൾ. മത്ത എന്ന് പറഞ്ഞാൽ അഹങ്കാരം എന്നർത്ഥമുണ്ട്. ഇവിടെ എന്താണ് അഹങ്കാരം എന്ന് പറഞ്ഞാൽ പരമേശ്വരന്റെ ശക്തിയായ ആ ബ്രഹ്മമായിരിക്കുന്ന ആ ദേവിയുടെ ആ സ്വരൂപം, അതിനെയാണ് അഹങ്കാരം എന്ന് ഉദ്ദേശിക്കുന്നത്. അഹങ്കാരം നമ്മൾ പറയുന്ന വാക്കല്ല, എല്ലാത്തിനും അതീതമായിരിക്കുന്ന ആ ശക്തി എന്നർത്ഥം. മാതൃകാവർണ്ണ രൂപിണീനമ. മാതൃകാക്ഷര രൂപത്തിലുള്ള ദേവി. ആ മുതൽ എല്ലാ അക്ഷരങ്ങളും, സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, എല്ലാ അക്ഷരവും ചെയ്യുന്നത് ദേവി തന്നെയാണ്. മഹാകൈലാസ നിലയായ നമഃ. മഹാകൈലാസത്തിൽ വസിക്കുന്നവൾ. സഹസ്രമുള്ള പർപ്പമാണ് മഹാകൈലാസം. അതാണ് ഞാൻ അച്ചങ്കൽ ഞാൻ പറഞ്ഞ ക്ഷേത്രം പറഞ്ഞല്ലോ, അവിടെ കൈലാസേശ്വരനായിട്ടാണ് ഇരിക്കുന്നത്. മകനി മൃണാള മൃദുവൃതായ നമഃ. താമരത്തണ്ട് പോലെ മൃദുവായ ഭുജപല്ലവിയോട് കൂടിയവൾ. രൂപവർണ്ണനയാണ്. താമരത്തണ്ട് പോലെ മൃദുവായ ഭുജപല്ലവിയോട് കൂടിയവൾ. ഭുജപല്ലവി എന്ന് പറഞ്ഞാൽ ഈ ഷോൾഡർ മുതൽ ഇതുവരെയുള്ളതാണ് ഭുജം. മഹനീയായ നമഃ. അത്യന്ത പൂജ്യായ ദേവിക്ക് നമസ്കാരം എന്ന് പറഞ്ഞാൽ എല്ലാവരും പൂജിക്കപ്പെടും. മഹനീയായ പൂജിക്കപ്പെട്ടവൾ. ദയാമൂർത്തിയെ നമഃ. ദയയുടെ ഉറവിടം, പെർസോണിഫിക്കേഷൻ ഓഫ് കമ്പാഷൻ. മഹാസാമ്രാജ്യശാലിന്യേ നമഃ. വലിയ സാമ്രാജ്യത്താൽ ശോഭിക്കുന്നവൾ. ഈ പ്രപഞ്ചമാണ് ദേവിയുടെ സാമ്രാജ്യം. ശരിക്കും ആത്മീയമായ നോക്കിയാൽ മോക്ഷമാകുന്ന സാമ്രാജ്യം, വലിയൊരു സാമ്രാജ്യമാണ് മോക്ഷം എന്ന് പറയുന്നത്. ആ സാമ്രാജ്യത്തിന്റെ അധിപതി ദേവിയാണ്. ആത്മവിദ്യായ നമഃ. ആത്മവിദ്യ, മഹാവിദ്യ, ശ്രീവിദ്യ, മൂന്നെണ്ണം. ആത്മവിദ്യ എന്ന് പറയുന്നത്, മഹാവിദ്യ എന്ന് പറയുന്നത്, ശ്രീവിദ്യ എന്ന് പറയുന്നതുമെല്ലാം ബ്രഹ്മമാണ് സത്യം എന്നുള്ള ഉണർവ്. കാമസേവിതായ നമഃ. കാമദേവനാൽ സേവിക്കപ്പെട്ടവൾ. ശ്രീദേവി ഉപാസകന്മാരിൽ കാമദേവൻ, മഹാകാമൻ, ശിവൻ എന്നെല്ലാം ഉണ്ട്. ദുർവാസാവ്, അഗസ്ത്യൻ, ധാരാളം ഉപാസകന്മാരുണ്ട്. ശ്രീ ഷോഡശാക്ഷരി വിദ്യായ നമഃ. ഷോഡശാക്ഷരി വിദ്യയാണ് ദേവി. പഞ്ചദശാക്ഷര മന്ത്രത്തിൽ ഒരു അക്ഷരം കൂടി ചേർത്ത് പോകും. നമ്മൾ അക്ഷരം കൂടി ചേർത്താൽ ഷോഡശാക്ഷരി മന്ത്രമാകും. ദേവി സ്വരൂപത്തെ വാഗ്ബഹുകൂടം, മധ്യകൂടം, ശക്തികൂടം നമ്മൾ പറഞ്ഞില്ലേ? അതേപോലെ ആ മൂന്ന് കൂടമാണ് പഞ്ചദശാക്ഷര മന്ത്രം. അതിൻ്റെ ഒരു അക്ഷരം കൂടെ ചേർത്താണ് ഇവിടെ ഷോഡശാക്ഷരി മന്ത്രം, 16 അക്ഷരങ്ങൾ. കാമകോടികായ നമഃ. കാമകോടിയായ ദേവിക്ക് നമസ്കാരം. കാമകോടി എന്നാൽ പരമേശ്വരന്റെ സാരതത്വം അർത്ഥം. കടാക്ഷകിങ്കിരിയുടെ കമലാകോടി സേവിതായ നമഃ. കടാക്ഷം കൊണ്ട് മാത്രം ദാസികളായി തീർന്ന അനേകം കോടി ലക്ഷ്മി ദേവികളാൽ സേവിക്കപ്പെട്ടവൾ. അനേകം കോടി ലക്ഷ്മി ദേവികളാന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്മി തന്നെ ഉള്ളൂ. അനേകം കോടി ലക്ഷ്മി ദേവികൾ എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ എന്നെ തിട്ടപ്പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ള ഐശ്വര്യം. ഐശ്വര്യം എന്ന് പറയുമ്പോൾ ഒന്നേ മൂന്നെണ്ണം ഓർമ്മ വരണം അല്ലേ? അനുഭവം, ആയുസ്, ആരോഗ്യം, അവസരം. ഇതെല്ലാം ഉണ്ടെങ്കിലേ ഐശ്വര്യം പൂർണ്ണമാവുകയുള്ളൂ. എല്ലാം ഉണ്ടായാൽ മാത്രം പോരാ അല്ലേ? അനുഭവിക്കാനുള്ള അവസരം വേണം, ആ ആയുസ് വേണം, ആരോഗ്യവും വേണം. ഇത് മൂന്നും ഉണ്ടെങ്കിലേ അത് നമുക്ക് ഉപയോഗപ്പെടുകയുള്ളൂ. അതാണ് ഐശ്വര്യം. ത്രികുടായ നമഃ. അതാ വാഗ്ബഹുകൂടം ചൊല്ലുന്നത്. മൂന്ന് കൂടം, പഞ്ചദശാന്തരം, വാഗ്ബഹുകൂടം,
കാമരാജഗുണം, ശക്തിഗുണം. നമ്മൾ ഭാഗവകൂടെ മുഖപങ്കുജായമ കണ്ടാതക്കടി പര്യത ശക്തി കുടകതാപെന്ന് കട്ടിയതോ ഭാഗധാരിണി നമ്മൾ പറഞ്ഞില്ലേ? അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് 3 ഗുണങ്ങൾ. ദേവിയുടെ സ്വരൂപത്തെ 3ആയി വർക്കും. ഓരോന്നിനും 5 അക്ഷരങ്ങൾ. അതാണ് പഞ്ചദശാക്ഷരി മന്ത്രം എന്ന് പറയുന്നത്. അതാണ് ത്രിഗുണം. കാമകൊടി ഗായേ നമഃ, കടാക്ഷകിരീകൂടെ കമലാകൂടി സേവിതാത്മ, ശിരസ്ഥിതായ നമഃ, ശിരസ്ഥിൽ സ്ഥിതി ചെയ്യുന്നവൾ, സഹസ്രാര പത്മത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നർത്ഥം. ചന്ദ്രനിഭായ നമഃ, ചന്ദ്രപ്രഭയോടുകൂടിയ ദേവിക്ക് നമസ്കാരം. ബ്രഹ്മഗ്രഹ താഴെയുള്ള ചന്ദ്രമണ്ഡലത്തെ കുറിക്കുന്നു, ശ്രീവിദ്യയിലെ വാഗ്ഭവകൂടത്തെയും. ഇതെല്ലാം ശ്രീചക്ര ആരാധനയിൽ വരുന്ന കാര്യങ്ങളാണ്. ചന്ദ്രനിഭായ നമഃ, ചന്ദ്രപ്രഭയോട് കൂടിയവൾ. പാലസ്ഥായ നമഃ, നെറ്റിയിൽ വാഴുന്ന ദേവിക്ക് നമസ്കാരം. ശ്രീങ്കാരത്തിൽ ബിന്ദുവായി ദേവി നെറ്റിയിൽ വാഴുന്നു എന്ന് പറഞ്ഞാൽ ആജ്ഞാചക്രത്തിൽ അവിടെ വസിക്കുന്ന ആ ശക്തി. ഇന്ദ്രധനു പ്രഭായ നമഃ, മഴവില്ലിന്റെ കാന്തിയുള്ള ദേവിക്ക് നമസ്കാരം. മഴവില്ല് നമ്മൾ പറയുന്നല്ലോ, എല്ലാ നിറവും കൂടി ചേർന്നിരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഉപരിയായി ശോഭിക്കുന്നവൾ എന്നർത്ഥം. ഹൃദയസ്ഥായ നമഃ, ഹൃദയത്തിൽ വസിക്കുന്നവൾ. രവിപ്രഖ്യായ നമഃ, സൂര്യനെ പോലെ പ്രകാശിക്കുന്നവൾ. ത്രികോണാന്തര ദീപകായ നമഃ, ത്രികോണത്തിൽ ദീപമായി വർത്തിക്കുന്ന ദേവി. നമ്മൾ പക്വമിടുമ്പോൾ ത്രികോണം, അഹങ്കാരം, കർമ്മം, മായ, ഇതാണ് ആ ത്രികോണം. ആ 3 അടങ്ങിയാൽ മാത്രമേ ആ ബിന്ദുവായ ആ ബ്രഹ്മത്തിലൂടെ നമുക്ക് ജയിക്കാൻ സാധിക്കുകയുള്ളൂ. മൂലാധാരത്തിന് നടുവിൽ ത്രികോണവും അതിലുള്ള അഗ്നിമണ്ഡലത്തിൽ ദേവിയും വർത്തിക്കുന്നു. ദാക്ഷായണിയനുമാ, ദക്ഷന്റെ പുത്രിയായ ദേവിക്ക് നമസ്കാരം. ആ ദാക്ഷായണിയാണ്, സതീദേവിയാണ് പിന്നാടി പാർവതിയായി ജനിച്ചത്. ഞാൻ ആ ദക്ഷന്റെ കഥ പറഞ്ഞു ഇന്നലെ. ദക്ഷയജ്ഞ വിനാശിനിയനുമാ, ദക്ഷന്റെ യജ്ഞം നശിപ്പിച്ച ദേവി. ദക്ഷയാഗത്തിൽ പോകുമ്പോൾ ഇങ്ങനെ ക്ഷണിക്കാതെ വന്നാലും ദാക്ഷായണിയനുമാ, ദൈത്യഹന്ത്രേനുമാ, അസുര സംഹാരണിയായ ദേവിക്ക് നമസ്കാരം. അസുര സംഹാരണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ള ദുഷ്ടശക്തികളെ ഇല്ലാതാക്കുന്നവൾ. ദക്ഷയജ്ഞ വിനാശിനിയനുമാ, ദക്ഷയജ്ഞത്തെ നശിപ്പിച്ചവൾ. നമ്മള് ദാക്ഷായണിയുടെ കഥയിൽ നിന്ന് നോക്കി. ധരാന്തോട് ദീർഘാക്ഷന്മാ, മന്ദമായി ഇളകുന്ന നീണ്ട കണ്ണുകളോട് കൂടിയവൾ. ധരകാസോ ജനമുഖ്യമാ, പുഞ്ചിരിയാൽ പ്രകാശിക്കുന്ന മുഖത്തോട് കൂടിയവൾ. ചില പദങ്ങളെല്ലാം പര്യായ പദവും വർണ്ണനയുമായിട്ടാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഗുരുമൂർത്തിയന്മാ, ഗുരുരൂപിണിയായ ദേവിക്ക് നമസ്കാരം. ആരാണ് ഗുരു? അജ്ഞാനമാകുന്ന ഇരുട്ടിനെ നീക്കി ജ്ഞാനമാകുന്ന പ്രകാശത്തെ കൊടുക്കുന്നവർ ഗുരു. നാരായണനെ പഠിച്ചവർക്കറിയാം, 64 ഗുരുക്കന്മാരല്ലേ? ഓരോന്നിനും ഓരോ ഉറുമ്പിൽ നിന്നും ആ 2 പേരും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് നമ്മൾ പഠിക്കണം. എത്ര പോയാൽ അറിയാമോ? അങ്ങോട്ട് പോകുമ്പോൾ ഒന്ന് മുട്ടിട്ട് പോകും അല്ലേ? ഗ്രീറ്റിംഗ്. അവിടെ പരിചയമുള്ളവരെ കണ്ട ഒന്ന് ചിരിക്കണം, അതിനാക്കിട്ട് പോകരുതെന്ന് അർത്ഥം. ഇതെല്ലാം ഉറുമ്പിൽ നിന്നും പഠിക്കണം. ആ കാര്യത്തിൽ ഉറുമ്പാണ് ഗുരു. എന്തൊരു കാര്യം കിട്ടിയാലും ശരി, 4 പേർക്ക് കൊടുത്തിട്ട് ചെയ്യണം. അതിങ്ങനെ ഓരോ പക്ഷിയിൽ നിന്നും അത് പഠിക്കുന്നു നാരായണത്തിൽ. ഇവിടെ ഗുരു എന്ന് പറഞ്ഞാൽ അജ്ഞാനമാകുന്ന ഇരുട്ടിനെ നീക്കി ജ്ഞാനമാകുന്ന പ്രകാശത്തെ കൊടുക്കുന്ന ആരോ, അത് ഗുരു എന്നർത്ഥം. ഗുരുരൂപിണ്യേ നമഃ. ഗുണനിധയേ നമഃ. സത്വം രജസ്തമസ് 3 ഗുണങ്ങളും അവിടെ നിന്ന വിവിധ ഗുണങ്ങൾക്കെല്ലാം കാരണമായിരിക്കുന്നവൾ ദേവി. സത്വം രജസ്തമസ് എന്നത് സാധാരണ മനുഷ്യർക്കുള്ള ഗുണങ്ങൾ, മായക്കൊണ്ടിലുള്ള വസ്തുക്കൾക്കുള്ള ഗുണങ്ങൾ. ആ ഗുണങ്ങളും ദേവി തന്നെയാണ്. ആ ഗുണങ്ങൾക്ക് അതീതമായിരിക്കുന്ന ബ്രഹ്മവും ദരിദ്ര. അതാണ് നിർഗുണായ നമഃ എന്ന് പറയാൻ കാര്യം. ഗോമാത്രേ നമഃ. ഗോകുലത്തിന് മാതാവായ ദേവിക്ക് നമസ്കാരം. സുരഭി തുടങ്ങിയ ദിവ്യ പശുക്കളുടെ ശക്തി എന്നർത്ഥം. ഗുഹജന്മഭുവേ നമഃ. ഇവിടെ ഗുഹ എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യൻ. ഗുഹജന്മഭുവേ, സുബ്രഹ്മണ്യന്റെ മാതാവായ ദേവിക്ക് നമസ്കാരം. അവിദ്യാൽ ആവരണം ചെയ്യപ്പെട്ടിരുന്ന ജീവന്മാരുടെ അമ്മ. നമ്മളെ അവിദ്യാൽ ആവരണം ചെയ്യപ്പെട്ടതാണ്. എന്ത് ആയാലും ബ്രഹ്മമാണ് സത്യം എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കാൻ പറ്റില്ല. കുറച്ചു കഴിഞ്ഞാൽ നമ്മൾ ലേറ്റം കൊണ്ട് നേരിട്ടില്ലേ? ഇത് മിഥ്യയല്ലേ? ലോകമേ മിഥ്യയാകുമ്പോ ഈ ഇഡലി മിഥ്യ തന്നെ തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. കേൾക്കണ്ടേ? ഇത് ചെയ്യാൻ പറ്റും. നമുക്കത് തമോ ഗുണം, വിശപ്പ്, ദാഹം, ഉറക്കം, ക്ഷീണം, അലസത, ഇതെല്ലാം തമോ ഗുണത്തിന്റെ ഗുണമാണ്.
3 ഗുണമുള്ള കൂടിയതാണ് മനുഷ്യൻ. അതുകൊണ്ട് ഇതെല്ലാം ഉണ്ടായി തന്നെ ഇരിക്കും. ഉഗജന്മഭൂമിയ നമഃ, ദേവേശ്വേ നമഃ, ദേവന്മാർക്കെല്ലാം ഈശ്വരിയായവൾ ദേവി. 5 മിനിറ്റ് ഇവിടെ ഉണ്ട്, കുറച്ചുകൂടെ നോക്കാം. ദണ്ഡനീതിസ്ഥായ നമഃ, കണിശമായ രീതിയിൽ വർത്തിക്കുന്നവൾ ദേവി. ഒരു ഫേവറിറ്റിസമോ അവിടെ ഇല്ല. മനസ്സിലായില്ലേ? നല്ല ഒരു സ്വർണ്ണ മാല ദേവിക്ക് കൊണ്ട് ഇട്ടിട്ട് മാല ഇട്ടിട്ട് ദേവി നോയിക്കൊള്ളെന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പാടില്ലാത്ത ഒരു അക്രമം ചെയ്താൽ മാല ഇട്ടതിന്റെ പുണ്യം അവിടെ കിട്ടും. അതേസമയം ഇതിന് ശിക്ഷ അനുഭവിച്ചു പറ്റും. കർശനമാണ്. അതിന്റെ അർത്ഥം എന്താ? പാപത്തിന്റെ ഫലം നമുക്ക് അൺഫേവർ ആയിട്ടുള്ളത്, പുണ്യത്തിന്റെ ഫലം ഫേവർ ആയിട്ടുള്ളത്, അതേ ഉള്ളൂ. അല്ലാതെ അവിടെ കൊണ്ട് കൊടുത്തിട്ട് വരാൻ ടിപ്പ് കൊടുക്കാനൊന്നും പറ്റൂല. നേരത്തെ പറഞ്ഞ കൊട്ടേഷനൊന്നും അവിടെ സ്വീകരിക്കില്ല. കൊട്ടേഷൻ ഏജന്റും അല്ല ഒരു ദൈവവും, ദേവി തന്നെ ഒരു ദൈവവും കൊട്ടേഷൻ ഏജന്റ് അല്ല. അതുകൊണ്ട് എപ്പോഴായാലും അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഭക്തി നല്ല കാര്യത്തെ മാത്രം ചിന്തിച്ച് നമ്മൾ ആരാധന ചെയ്താലേ നമുക്കത് പ്രയോജനപ്പെടുള്ളൂ. അല്ലാതെ എന്തെങ്കിലും ഒരു രീതിയിൽ മറ്റുള്ള ഉപദ്രവം വരുന്ന രീതിയിൽ ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ കൊടുക്കുന്ന 15 രൂപ വേസ്റ്റ് എന്നല്ലാതെ ഒരു പ്രയോജനമില്ല. എടുത്തു പറയാം. അവർക്ക് ലാഭം, അവർക്കിപ്പം എന്താണ് ഉദ്ദേശിച്ചത് അവർക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് അവർ രസീത് തരും, പക്ഷെ അതിന്റെ പ്രയോജനം നമുക്ക് കിട്ടത്തില്ല. നല്ല ഉദ്ദേശത്തോട് ചെയ്താൽ മാത്രമേ അത് കിട്ടുള്ളൂ. താല്പര്യം കർശനമാണ് ദേവിയുടെ ആ നീതി. ഒരു ഫേവറിറ്റിസമോ അവിടെ നോക്കേണ്ട കാര്യമില്ല. ദേവീശ്വരമ ദന്തനീതിസ്ഥായമ ദഗരാകാശ രൂപിണിയമ, സൂക്ഷ്മമായ ഹൃദയാകാശത്തിന്റെ രൂപത്തിൽ വസിക്കുന്നവൾ. ഹൃദയാകാശം എന്ന് പറഞ്ഞാൽ അത് ബ്രഹ്മം തന്നെയാണ് വസിക്കുന്നവൾ എന്നർത്ഥം. പ്രതിമന്മുഖ്യരാകാന്ത തിരുമണ്ഡല പൂജിതായനമ, പ്രതിപദം മുതൽ പൗർണമി വരെ ഉള്ള 15 തിഥികളിലെ ഓരോന്നിനും ഓരോ ദേവതയുണ്ട്. ആ ദേവതാ സ്വരൂപമായിരിക്കുന്നവൾ ദേവി. പ്രഥമയിൽ കാമേശ്വരി, ദ്വിതീയ ദിവസം ഭഗമാലിനി, തൃതീയ നിത്യക്ലിന്ന, ചതുർത്ഥിയിലെ വേരുണ്ട, പഞ്ചമിയിലെ വന്യവാസിനി, ഷഷ്ടി 6ാമത്തെ ദിവസം വജ്രേശ്വരി, സപ്തമി ശിവദൂതി, അഷ്ടമി ത്വരിത, നവമി കുലസുന്ദരി, ദശമിയിൽ നിത്യ, ഏകാദശിയിൽ നീല പതാക, ദ്വാദശി വിജയ, ത്രയോദശി സർവമംഗള, ചതുർദശി ജ്വാലാമാലിനി, പൗർണമിയിൽ ചിത്ര. അതാണ് ചിത്ര പൗർണമി എന്ന് പറയുന്നത്. ചിത്ര എന്ന് പറഞ്ഞാൽ പൂർണ്ണതയായിരിക്കുന്ന ആ സ്വരൂപം എന്നർത്ഥം. കലാത്മികായ കലാസ്വരൂപിണിയായ ദേവിക്ക് നമസ്കാരം. 16 കലകൾ, 16 കലകൾക്കും അതീതമായ ദേവി. കലാനാഥായ നമ, കലകളുടെ അതീശ്വരിയായ ദേവി നമസ്കാരം. എല്ലാ കലകൾക്കും അതീശ്വരി ദേവി തന്നെയാണ്. കാവ്യാലാപ വിനോദിനി നമ, കാവ്യപാരായണത്തിൽ സന്തോഷിക്കുന്നവൾ ദേവി. കാവ്യപാരായണത്തിൽ സന്തോഷിക്കുന്നവൾ ദേവി എന്ന് പറഞ്ഞാൽ സ്തോത്രം ചെയ്യുന്നതിൽ പ്രിയമുള്ളവൾ എന്നർത്ഥം. സജാമൃതമാവണി സവ്യദക്ഷിണ സേവിതായി നമ. നോക്കൂ, സരസ്വതിയാലും ലക്ഷ്മിയാലും സേവിക്കപ്പെട്ടവൾ. ചില പടങ്ങൾ കണ്ടാലറിയാം, ലക്ഷ്മിയും സരസ്വതിയും വെഡ്ജാമരം വീശുന്ന പോലെ ഇരിക്കും, സിംഹാസനത്തിൽ ദേവി ഇരിക്കുന്ന പോലെ ഇരിക്കും. താല്പര്യം അർത്ഥം എന്താ? ലക്ഷ്മിയാലും സരസ്വതിയാലും പൂജിക്കപ്പെട്ടവൾ എന്ന് പറഞ്ഞാൽ ആ പൂജിക്കപ്പെട്ട ദേവി അവിടെ ബ്രഹ്മത്തെ കുറിക്കുന്ന അർത്ഥം. ആദിശക്തി നമഃ, പ്രപഞ്ചത്തിന് ഉത്ഭവത്തിന് മുതലേ ഉള്ളവൾ. അമേയായി നമ, അളക്കാൻ പറ്റാത്തത്. വേഗത്തിൽ പറയുന്നത് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത വാക്കുകളാണ് വീണ്ടും വീണ്ടും വരുന്നത് കൊണ്ടാണ്. ആത്മനീയ നമഃ, ആത്മാവായ ദേവിക്ക് നമസ്കാരം. പരമായ നമ, പരമസത്യമായവൾ ബ്രഹ്മം എന്നർത്ഥം. പാവനാകൃത്യ നമ, പാവനമായ രൂപമുള്ളവൾ ദേവി. ദേവിയുടെ രൂപവും ചരിത്രവുമെല്ലാം അതിപാവനമാണ്. കാരണം അവിടെ യാതൊരു വിധമായ കെട്ടുകഥകളുമില്ല, യാതൊരു വിധമായ ദൂഷ്യവും ഇല്ല എന്നർത്ഥം. അതിപാവനം, പരിശുദ്ധം. അനേകം കോടി ബ്രഹ്മാണ്ഡ ജനനീ നമഃ, അനേകം കോടി ബ്രഹ്മാണ്ഡങ്ങളുടെ അമ്മയായ ദേവിക്ക് നമസ്കാരം. അനേകം കോടി ബ്രഹ്മാണ്ഡങ്ങളുടെ അമ്മയായത് കൊണ്ടാണ് ആ വിഷം ഉള്ളിൽ പോയാൽ എല്ലാ ബ്രഹ്മാണ്ഡങ്ങളും നശിക്കുമെന്ന് പേടിച്ച് കൈകൊണ്ട് നിർത്തി നടത്താം. അനേകം കോടി ബ്രഹ്മാണ്ഡങ്ങളുടെ അമ്മയായ ദേവിയുടെ പ്രഭാവത്തെ വർണ്ണിക്കുന്ന ലളിതാ സഹസ്രനാമത്തില് ഇനിയുള്ള പദങ്ങൾ എന്താണെന്നുള്ളത് നാളത്തെ എപ്പിസോഡിൽ നമുക്ക് നോക്കാം. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒരു കാര്യം കൂടി പറയാം. 17-ാം തീയതി ഇവിടെ രക്ഷാർച്ചനയുണ്ട്. 100 പേർ ലളിതാ സഹസ്രനാമം ഒരാവർത്തി അർച്ചന ചെയ്താലേ രക്ഷാർച്ചന ആവുള്ളൂ. അപ്പൊ എത്ര പേര് വരുന്നോ, 50 പേര് വന്നാൽ 2 ആവർത്തിയിൽ നമുക്ക് തീർക്കാം.
അല്ലെങ്കിൽ 35 പേരെങ്കിലും വന്നാൽ 3 ആവർത്തിച്ച് ചെയ്യാം. 8 മണിക്ക് തുടങ്ങണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 11-12 മണിക്കുള്ളിൽ തീർക്കണമെങ്കിൽ ധാരാളം ആളുകൾ വരണം. അതുകൊണ്ട് അതിന് ഇങ്ങനെയൊന്നുമില്ല, അവർ പാടില്ല ഇവർ പാടില്ല ഒന്നുമില്ല. കഴിയുന്നതും എല്ലാവരും ആ ട്രഡീഷണൽ ഡ്രസ്സിൽ വരണം. അല്ലേ, പാന്റ് ഷർട്ട് ഇട്ടോണ്ടൊന്നും അർച്ചന ചെയ്യരുത്. ഒരു മുണ്ട്. സ്ത്രീകൾ മാക്സിമം സാരി എടുത്തോണ്ട് വരണം. സെറ്റ് ഉണ്ടെങ്കിൽ വീട്ടിൽ മടക്കി വെച്ചിരിക്കുകയില്ലേ, ഒന്ന് വെളിയിറക്കരുത്. ഓണത്തിൽ മഹാബലിയെ കാണിക്കാൻ വേണ്ടി മാത്രം എടുക്കണ്ട, കാലക്രമണ ദേവിയെ കാണട്ടെ ഒരു ദിവസം. സാരിയോ സെറ്റും കൊണ്ട് കൊടുത്തോണ്ട് അർച്ചന ചെയ്താൽ കൊള്ളാം. ഇനി അത് കൊടുക്കാത്തതുകൊണ്ട് വരാതിരിക്കേണ്ട, ചുരിദാറിട്ടുള്ള ചെയ്തോളൂ. പക്ഷെ അത് 2ാം പക്ഷം. ഞാൻ എല്ലായിടത്തും പറയും. ഇവിടെ ഒരിക്കൽ 160 പേര് അർച്ചന ചെയ്തു, എല്ലാം പാന്റ് ഷർട്ട് ഇട്ടുകൊണ്ടാണ്. അത് വേണ്ട, ഒരു മുണ്ട് കൊടുത്തോണ്ട് ഒന്ന് ചെയ്യാം. ദൈവജന വരണം, എങ്കിലേ നമുക്ക് ചെയ്യുള്ളൂ. ഈ യജ്ഞത്തിന്റെ പരിസമാപ്തി എന്ന് പറഞ്ഞ ലക്ഷാർച്ചനയാണ്. ഈ 1000 പദവും പറഞ്ഞിട്ട് അതിനെ നമ്മൾ 1,00,000 അർച്ചന അവിടെ കൊടുക്കുന്നു. നാമത്തെ 100 പേർ ചെയ്യണം. 17-ാം തീയതിയാണ് ചിങ്ങം 1-ാം തീയതി രാവിലെ 8 മണിക്ക് തുടങ്ങും. വന്നു കഴിഞ്ഞാൽ ആ അർച്ചനയിൽ പങ്കെടുത്ത് ഈ യജ്ഞത്തെ പരിപൂർണമാക്കി എല്ലാവർക്കും നമ്മുടെ ദേവിയുടെ ദുർഗ ഭദ്ര എന്ന 2 രൂപത്തിൽ നമ്മൾ അനുഗ്രഹിക്കാനിരിക്കും. ദേവിയുടെ അനുഗ്രഹം പാത്രീഭൂതനാണ് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ദേവിയുടെ പ്രഭാവത്തിൽ എല്ലാ നന്മയും ഉണ്ടാകട്ടെ. ലോകക്ഷേമാർത്ഥം ഒരു നിമിഷം ധ്യാനം. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ മഹേശ്വരി. ഇടയ്ക്ക് ആദ്യത്തെ ഭാഗം കുറച്ച് ബ്രേക്ക് ആയതിനു ശേഷം പിന്നെ ഓടി സാർ. ഒന്ന് ഫുള്ള് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു.